അവർക്ക് പ്രകാശം നൽകി അവരെയും ജ്വലിപ്പിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ. കൃപയോടെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ടണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പലവിധ ജീവിത സാഹചര്യങ്ങളിലുമായിരിക്കുന്ന നമ്മെ എല്ലാവരെയും ഈ ഓൺലൈൻ കോഴ്സ് പ്ലാറ്റ്ഫോമിൽ ഒന്നിപ്പിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ ചുറ്റുപാടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന അസമാധാനത്തിന്റെയും അസഹിഷ്ണുതയുടെയും അനൈക്യത്തിന്റെയും ഒരു അന്തരീക്ഷമാണുള്ളത്. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ നമുക്ക് ശക്തി നൽകുന്നത് ദൈവവചനമാണ്. വചനത്തിന് മാത്രമേ നമ്മെയും ഈ ലോകത്തെയും രക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതി ലോകത്തെ അറിയിക്കുവാനും ക്രിസ്തു ദൗത്യം ലോകത്തിൽ തുടരുവാനുമായി പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 15-16 തിരുവചനത്തിൽ ഈശോ അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ്. നമ്മെ പ്രത്യേകമായി പേര് ചൊല്ലി വിളിച്ച് ഈ മിസ്സിയോ പ്രിലിമിനറി കോഴ്സിന്റെ 18ാമത്തെ ബാച്ചിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുവന്ന ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോട് മിസ്സിയോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഷിക്കാഗോ രൂപതയുടെ ആത്മീയ പിതാവും മിസ്സിയോയുടെ രക്ഷാ അധികാരിയുമായ മാർ ജോയി ആലപ്പാട്ട് പിതാവിനെയും ഏറെ സ്നേഹ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ മിഷൻ രൂപതയെ നയിക്കുന്ന മാർ റാഫേൽ തട്ടിൽ പിതാവിനെയും ഈ മിസ്സിയോ കോഴ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ ഏറെ സ്നേഹ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആനിമേറ്റർ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ മുണ്ടിയാത്തച്ഛനെയും ഫെലിസിറ്റേഷൻ മെസ്സേജിൽ നൽകുവാനായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് മേൽവട്ടത്തച്ഛനെയും ബഹുമാനപ്പെട്ട സിബി നവള്ളിക്കുന്നേൽ അച്ഛനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ടീം ലീഡറായ പ്രൊഫസർ ആലീസ് കുട്ടി ആന്റിയെയും ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ടോമിച്ചൻ ചേട്ടനെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ റിസോഴ്സ് ടീം അംഗങ്ങളെയും മെന്റേഴ്സിനെയും ഇന്നത്തെ സെഷൻ നയിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച നാൻസി ചേച്ചിക്കും ഫാമിലിക്കും, മനോഹരമായ ഗാനം ആലപിച്ച ശോഭ ചേച്ചിക്കും, വചനവായനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഹൃദയത്തെ ഒരുക്കിയ റോസ് ചേച്ചിക്കും നന്ദി പറയുന്നു. നമുക്കിനി ഏതാനും പേരുടെ സാക്ഷ്യം കേൾക്കാം. 6 പാർട്ടിസിപ്പൻസും 3 മെന്റേഴ്സുമാണുള്ളത്. അപ്പൊ ആദ്യമേ സാക്ഷ്യം കേൾക്കുന്നതിനായിട്ട് USA നിന്നുള്ള മോളി ലൂയിസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ്. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് മോളി ലൂയിസ്. ഞാൻ USA ടെക്സാസിൽ നിന്ന് ആണ്. ഞാൻ ഈ മിസ്സിയോ ഗ്രൂപ്പിൽ വരാൻ കാരണം എൻ്റെ ഒരു സഹോദരൻ വഴിയാണ്. ജ്ഞാനം 7:7 പറയുന്നു, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, എനിക്ക് ജ്ഞാന ചൈതന്യം ലഭിച്ചു. ഞാൻ ഈ ഒരു ക്രിസ്ത്യാനി ആണെങ്കിലും മാമോദിസ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് വചനപ്രഘോഷണം എന്ന് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഞാൻ മനസ്സിലാക്കിയത് ഈ മിസ്സിയോ ഗ്രൂപ്പിൽ വന്നു ചേർന്നതോടു കൂടിയാണ്. അതിനാൽ തന്നെ അന്നു മുതൽ എനിക്ക് കഴിയുന്ന സാഹചര്യങ്ങളിലെല്ലാം ഞാൻ ഈശോയ്ക്ക് സാക്ഷ്യം നൽകാൻ ശ്രമിക്കുന്നു. കൂടാതെ വചനം പഠിക്കാറുണ്ടെങ്കിലും അതിൽ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കാറില്ലായിരുന്നു. ഇപ്പോൾ വചനത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അത് കൂടുതൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കിട്ടുന്ന സാഹചര്യങ്ങളെല്ലാം ഞാൻ മറ്റുള്ളവരുമായി വചനങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഇതിൽ ചേർന്ന മുതൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാനൊരു ന്യൂ ബോൺ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അവിടെ എനിക്ക് കിട്ടുന്ന എല്ലാ ബേബികളെയും ആദ്യമായി എൻ്റെ കയ്യിൽ വരുമ്പോൾ ഞാൻ കുരിശ് വരച്ച് എൻ്റെ ജോലി തുടങ്ങുന്നു. ആ കുഞ്ഞുങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുന്നു. അതുപോലെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാ മെന്റേഴ്സും എല്ലാ ടീം അംഗങ്ങളും വളരെ സ്നേഹത്തോടെ ഒരു
സന്തോഷമായ ഒരു കുടുംബമായിട്ട് നമ്മൾ വീട്ടിലെല്ലാം ആയിരിക്കുന്ന പോലെയുള്ളൊരു സ്നേഹത്തിന്റെ ഒരു കുടുംബമായിട്ടാണ് ഈ മിസ്സിയോ ടീം എനിക്ക് തോന്നുന്നത്. അതുപോലെ അനുഭവപ്പെടുന്നു. ഏത് സമയത്തും ഏത് സംശയം ചോദിച്ചാലും നമുക്ക് ഉത്തരം പറയാനും നമ്മെ സഹായിക്കാനും വളരെയധികം പേർ സന്നദ്ധമായി നിൽക്കുന്നു. പിന്നെ പ്രത്യേകമായി പറഞ്ഞാല് ഏറ്റവും ആദ്യം ഞാൻ ജോയിൻ ചെയ്ത ലീഡറായി തുടങ്ങിയ അന്ന് എനിക്ക് ജോലി എത്ര ചേഞ്ച് ചെയ്യാൻ നോക്കിയിട്ടും പറ്റിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ജോലിക്ക് ചെന്ന ആ സമയത്ത് അവർ എന്നോട് പറഞ്ഞു, 4 മണിക്കൂർ നേരത്തേക്ക് നിനക്കൊന്നും ചെയ്യാനില്ല, വെറുതെ ഇരുന്നാൽ മാത്രം മതിയെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും ഞാൻ പ്രത്യേകം ഷെയർ ചെയ്തു. കാരണം നാം ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുമ്പോൾ ദൈവം നമ്മളെ എത്രമാത്രം കരുതുന്നു എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അതുപോലെ ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ ടു മിസ്സിയോ ഗ്രൂപ്പ് ബിക്കോസ് ഈ മിസ്സിയോ ഗ്രൂപ്പ് ടീമിലൂടെ എനിക്ക് ശരിക്കും ഫെയ്ത്ത് ഫോർമേഷൻ ചെയ്യാൻ സാധിച്ചു. എന്നെ കൂടുതൽ അടിയുറച്ച് ദൈവവിശ്വാസത്തിലേക്ക് ഇത് കൂട്ടിക്കൊണ്ടുവന്നു. ഈ ഗ്രൂപ്പിലേക്ക് ഇനിയും വളരെയധികം മക്കള് കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. ജർമ്മനിയിൽ നിന്നുള്ള മിഥുൻ ബേബുവിനെ ശ്രവിക്കാം. Praise God. John 15:16 says, "It is not you who chose me, but I who chose you." സ്നേഹമുള്ളവരെ, എൻ്റെ പേര് മിഥുൻ ബാബു. ഞാൻ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. മിസ്സിയോടെ 17th ബാച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ബ്ലെസ്സിങ് എനിക്ക് ലഭിച്ചു. ആൻഡ് ടുഡേ ഐ വുഡ് ലൈക്ക് ടു ഷെയർ ഹൗ ദിസ് പ്രോഗ്രാം ടച്ച് മീ ആൻഡ് ട്രാൻസ്ഫോർം മീ. വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ തിങ്സ് ഞാൻ മിസ്സിയോയിലൂടെ മനസ്സിലാക്കിയത്, നമ്മളെല്ലാവരും ദൈവത്തിന്റെ ഒരു അടിപൊളി അമേസിങ് സാൽവേഷൻ സ്റ്റോറിയുടെ ഒരു ഭാഗമാണെന്നുള്ള കാര്യമാണ്. ബിക്കോസ് പലപ്പോഴും നമ്മൾ അവിടെ നമ്മുടെ ലൈഫിന്റെ മീനിങ് അന്വേഷിച്ച് ഇങ്ങനെ സഞ്ചരിക്കാറുണ്ട്. ആൻഡ് ഓഫൺ വി എൻഡ് അപ്പ് തിങ്കിങ് ദാറ്റ് ഓക്കെ, നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഒരു മീനിങ് ഒന്നും ഇല്ല എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെയൊക്കെ മെയിൻ റീസൺ, ഇങ്ങനെ ചിന്തിക്കുന്നതിന്റെ മെയിൻ റീസൺ നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് നുണകളുടെ സ്വാധീനമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എസ്പെഷ്യലി ഫ്രം ദ സോഷ്യൽ മീഡിയ, മൂവീസ് ആൻഡ് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ, അങ്ങനെയൊക്കെ. ആൻഡ് വാട്ട് മിസ്സിയോ ഡസ് ഈസ്, നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അടഞ്ഞു പോകുന്ന സത്യത്തെ പുനർജീവിപ്പിക്കുക ചെയ്യുന്നത്. ഇറ്റ് മേക്സ് ഇറ്റ് മോർ അലൈവ്. ബിക്കോസ് John 8:32 says, "Then you will know the truth, and the truth will set you free." The second amazing thing about Missio is that this is really so beautifully structured. Starting from the Saturday classes, നമ്മൾ ഓരോ ആഴ്ചയും ഓരോ നിത്യസത്യത്തെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചു പോകും. എസ്പെഷ്യലി ത്രൂ ദ ടെസ്റ്റിമോണീസ്, സ്ലൈഡ് പ്രസന്റേഷൻസിലൂടെയൊക്കെ നമ്മൾ ഈ കിട്ടുന്ന ബോധ്യങ്ങളൊക്കെ നമ്മൾ ഡീപ്പൺ ചെയ്യും. ആൻഡ് വാട്ട് മേക്സ് ഇറ്റ് സോ സ്പെഷ്യൽ ഇസ് ദാറ്റ് നമ്മൾ ഈ യാത്ര ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. വി ഹാവ് എ സബ് ഗ്രൂപ്പ് വിത്ത് us. ആൻഡ് എന്നെ സംബന്ധിച്ച് ഈ സബ് ഗ്രൂപ്പ് മീറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി ടൈം ടുഗദർ, where we share things, we pray for one another, and we actually encourage each one to grow in faith. അപ്പം ഈ ഒരു ഫെലോഷിപ്പിന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത്, Christianity is not a solo trip, but it's a family working together towards Jesus. And finally, ഇതിന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടെ ആയിരുന്നു. ഞാൻ മിസ്സിയോയിൽ ജോയിൻ ചെയ്യുന്ന ആ ഫസ്റ്റ് വീക്ക്, ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫിന്റെ ഒരു ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു. ഞാനിങ്ങനെ ഓസ്ട്രിയയിൽ നിന്ന് ജർമ്മനിക്ക് മൂവ് ഇൻ ചെയ്യുന്ന ഒരു ടൈം ആയിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് എല്ലാം ഭയങ്കര അൺസർട്ടൺ ആയിരുന്നു. ടോട്ടലി ന്യൂ ആയിരുന്നു എല്ലാ കാര്യങ്ങളും. ഈശോ എന്താണ് എന്നിലൂടെ ജർമ്മനിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ലായിരുന്നു. സോ ആ സമയത്തായിരുന്നു ഞാൻ ജർമ്മനിയിൽ എത്തിയ ആദ്യത്തെ ആഴ്ചയായിരുന്നു മിസ്സിയോട് ജോയിൻ ചെയ്യുന്നത്. സോ ഐ വുഡ് സേ മിസ്സിയോ വാസ് ട്രൂലി a spiritual nourishment to me. ആൻഡ് എനിക്ക് ഈശോയിൽ കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഓരോ സ്റ്റെപ്പ് എടുക്കാൻ എന്നെ മിസ്സി ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നു. സോ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. ആൻഡ് നൗ ഐ ക്യാൻ സേ ദാറ്റ് ഐ എം എ പാർട്ട് ഓഫ് GC Youth in Germany. ഞാൻ SMYM ഒരു മെമ്പറാണ്. സോ ഈശോ ഒരുപാട് എന്നെ ഉപയോഗിക്കുന്നത് എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. സോ ഈശോയോട് ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്, എസ്പെഷ്യലി ടു മിസ്സിയോ ഫോർ ഹെൽപ്പിംഗ് മീ ടു ബിക്കം എ മിഷണറി ഓഫ് ക്രൈസ്റ്റ്. സോ ഈ 18th ബാച്ചിൽ പങ്കെടുക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഉള്ളൊരു വെളിച്ചമുണ്ട്. ആ ഒരു വെളിച്ചത്തെ നമ്മൾ മിസ്സിയോയിലൂടെ റേഡിയേറ്റ് ചെയ്യാൻ പോവാണ്. ബിക്കോസ് ജീസസ് സേസ് ഇൻ Matthew 5:16, "You are the light of the world." So yeah, thank you and God bless you all.
നമുക്കിനിയും കോട്ടപ്പുറത്ത് നിന്നുള്ള ജിന്നമ്മ ജോസ്ലിന്റെ സാക്ഷ്യം കേൾക്കാം. സ്തുതിയായിരിക്കട്ടെ. ഞാൻ ജിന്നമ്മ ജോസിലും കോട്ടപ്പുറം രൂപത, എറണാകുളം ജില്ലയിലെ ചെട്ടിക്കാട് ഇടവകാംഗം. എനിക്ക് ഈ മിസിയോ ഗ്രൂപ്പിൽ കൂടി വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ 4 ബാച്ചുകളിലായി മിസിയോ ഓൺലൈനായിട്ട് പങ്കെടുത്തു. വചനം റോമ 10:9 യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും. ഈ വചനത്തോട് ചേർന്നുകൊണ്ട് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സിൽ 10 ആഴ്ചക്കാലം വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ വചനത്തിൽ കൂടുതൽ ആഴപ്പെടുവാനും വചനത്തിലൂടെ കിട്ടുന്ന ബോധ്യങ്ങൾ വളരെ വലുതാണ്. അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഫലഭൂയിഷ്ടമായി നയിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിത്യസത്യങ്ങളെ കുറിച്ചുള്ള അറിവ്, ദൈവസ്നേഹത്തിൽ നമ്മൾ ആഴപ്പെട്ടുകൊണ്ട് ജീവിച്ച് പാപാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമ്പൂർണ്ണ മാനസാന്തരത്തിൽ കൂടെ നല്ലൊരു കുമ്പസാരവും ചെയ്ത് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നിറവിനായി ആ പരിശുദ്ധാത്മാവിന്റെ ക്ലാസ്സിൽ കൂടി നമ്മൾക്ക് വളരെയേറെ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ നമുക്ക് ലഭിക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യം കിട്ടുന്നുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ യാഥാർത്ഥ സുവിശേഷ പ്രഘോഷകരായി മാറണമെന്നുള്ള ഉത്തമ ബോധ്യം ഈ മിസിയോ ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് എനിക്ക് കിട്ടിയത്. അത് വളരെയേറെ ഫലം ചെയ്തു. ഞാനൊരു കാറ്റഗിസം ടീച്ചറാണ്. എനിക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് ഞാൻ 3ാം ക്ലാസ്സിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആ വരദാന ഫലങ്ങൾ കൂടുതൽ അനുഭവവേദ്യമായി പറഞ്ഞു കൊടുക്കുവാനുള്ള ആ കൃപാവരം ഈ മിസിയോ ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് എനിക്ക് കിട്ടിയത്. അതുപോലെ നമ്മൾ യാഥാർത്ഥ സുവിശേഷ പ്രഘോഷകരാണെന്ന് പ്രഘോഷിക്കുവാനും എല്ലാവരോടും സകല സൃഷ്ടികളോടും പ്രഘോഷിക്കുവാനും സാധിച്ചു. പിന്നെ ഇതിൽ പ്രവർത്തിക്കുന്ന ടീം അംഗങ്ങളെല്ലാം വളരെ ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടിയാണ് നമ്മളോട് പെരുമാറുന്നതും നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതും. നമ്മളെ നയിക്കുന്ന ഓരോ സബ് ഗ്രൂപ്പിനെയും നയിക്കുന്ന മെന്റർമാരായാലും നമ്മുടെ കുറവുകളെയെല്ലാം നിറവുകളാക്കിക്കൊണ്ട് അവര് നമ്മളെ ഓരോ ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിക്കുമ്പോഴും അത് ശ്രദ്ധയോടും ഉത്സാഹത്തോടും കൂടി ചെയ്യുവാനും നമ്മൾക്ക് യേശുവിനെ ഏകരക്ഷകനാണെന്നുള്ള ആ സുവിശേഷ വേല നമ്മൾക്ക് ഏറ്റെടുത്ത് ശ്രദ്ധയോടുകൂടി ചെയ്യുവാനും സാധിക്കുന്നുണ്ട്. അതൊക്കെ വളരെ നല്ലൊരു അനുഭവമാണ്. ഇത് ഈ മിസിയോ ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് എനിക്ക് മറ്റുള്ളവരോട് നന്നായിട്ട് യേശുവിനെ കുറിച്ച് സംസാരിക്കാനും എവിടെയും വാദിക്കുവാനുമുള്ള ഒരു അനുഗ്രഹം കിട്ടിയത്. ഇതിനൊക്കെ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സുവിശേഷ വേലക്കായി ഈ മിസിയോ ഗ്രൂപ്പ് വഴി നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദൈവനാമത്തിൽ നിന്ന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. സാക്ഷ്യം ഷെയർ ചെയ്ത 3 പേർക്കും നന്ദി. അടുത്തതായി ആശംസകൾ അറിയിക്കുവാനായിട്ട് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് നമ്മോടൊപ്പം ഉണ്ട്. ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനെ ഏറെ സ്നേഹ ബഹുമാനത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പിതാവേ, മിസിയോ നടത്തുന്ന മിഷണറി ട്രെയിനിങ് പ്രോഗ്രാമിലെ ധാരാളം പേര് സംബന്ധിക്കുന്നുണ്ട്. ഇതിൽ ധാരാളം പേര് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം സ്വീകരിച്ച് മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിപ്പുറപ്പെടുന്നുണ്ട്. പുതുതായിട്ട് ഒരു ബാച്ച് അവർ ട്രെയിനിങ്ങിനെ ആരംഭിക്കുകയാണ്. സർവ്വനന്മകളും ദൈവാനുഗ്രഹവും ഞാൻ പ്രാർത്ഥിക്കുന്നു. അൽമായൻ്റെയും മറ്റും നേതൃത്വത്തിൽ നടത്തുന്ന ഈ പ്രോഗ്രാം ഒരുപാട് അനുഗ്രഹീതമാകട്ടെ.
സഭയുടെ അജപാലന ശുശ്രൂഷയിലും മിഷൻ പ്രവർത്തനങ്ങളിലും സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. സ്നേഹത്തോടെ തട്ടിൽ പിതാവ്. തിരക്കുകൾക്കിടയിലും നമ്മോടൊപ്പം ഇന്ന് ഓൺലൈൻ വരാനായിട്ട് സാധിച്ചില്ല എങ്കിലും നല്ല സന്ദേശങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിച്ച പിതാവിന്റെ ശുശ്രൂഷകളിലും ഒക്കെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന് എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്ത സെഷന് നമ്മുടെ മിസിയോ ടീമിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഈ ഒരു ആത്മീയ കൂട്ടായ്മയിലേക്ക് വിശകലനം ചെയ്യാനായിട്ട് നമ്മുടെ ക്ലീറ്റസ് പോളിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതാനും കുറച്ച് പേരുടെ മിസിയോയുടെ പ്രോഗ്രാം കൂടിയ ഏതാനും ചില പേരുടെ സാക്ഷി കേൾക്കുകയുണ്ടായി അല്ലേ. ഇവർ പങ്കെടുത്തപ്പോൾ ഉണ്ടായ ഇവരുടെ എക്സ്പീരിയൻസ് ആണ് നമ്മളോട് ഷെയർ ചെയ്തത്. എന്തായാലും ഈ കോഴ്സിലേക്ക് നിങ്ങളെ ഏതെങ്കിലും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ അയച്ചു തന്ന ലിങ്ക് വഴിയായിട്ടായിരിക്കാം നിങ്ങൾ കയറിയിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ട ഏതെങ്കിലും ലിങ്ക് വഴിയായിട്ടോ ഈ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. എന്തായാലും ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സംശയങ്ങൾ ഉണ്ടായിരിക്കാം. എന്താണ് മിസിയോ, അല്ലെങ്കിൽ ആരാണ് ഇത് നയിക്കുന്നത്, സഭയോട് ചേർന്നുള്ള കോഴ്സാണോ എന്നൊക്കെയുള്ള ഒത്തിരി സംശയങ്ങൾ നിങ്ങളുടെ ഉണ്ടായിരിക്കാം. ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്കിവിടെ കാണാം മിസിയോ എക്ലേഷ്യ. മിസിയോ എക്ലേഷ്യ എന്ന് അർത്ഥമാക്കുന്നത് സഭയുടെ ദൗത്യം എന്നാണ്. നമ്മുടെ സഭയോട് ചേർന്നുള്ള സുവിശേഷ പ്രഘോഷണ കോഴ്സിന്റെ പ്രിലിമിനറി കോഴ്സാണ് നമ്മളിവിടെ നടത്തുന്നത്. ഇവിടെ നമുക്കൊരു മിസിയോ ടീമിന്റെ ആളുകളെ പരിചയപ്പെടുത്താം. നമ്മളുടെ സ്വർഗീയ മധ്യസ്ഥൻ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയാണ് നമുക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ജോൺ പോൾ മാർപ്പാപ്പയാണ്. അതുപോലെ തന്നെ സഭാത്മകമായ നമ്മുടെ ആശീർവാദത്തോടുകൂടെ റാഫേൽ തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് നമ്മളെ അനുഗ്രഹിക്കുന്നു, നമ്മളോട് എല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് കാണാം ഇവിടെ മാർ ജോയ് ആലപ്പാട്ട് പിതാവിന്റെ ചിത്രം നമുക്ക് കാണാം. ജോയ് ആലപ്പാട്ട് പിതാവാണ് നമ്മുടെ രക്ഷാധികാരിയായിട്ട് നമ്മളൊപ്പമുള്ളത്. പിതാവ് വളരെ തിരക്കുള്ള സമയത്തായാലും ഒട്ടുമിക്ക ഓൺലൈൻ കോഴ്സിൽ അറ്റൻഡ് ചെയ്യുകയും നമ്മളോടൊപ്പം ഷെയർ ചെയ്യുകയും സന്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്തുകൊണ്ട് നമ്മളെ എപ്പോഴും നമ്മോടൊപ്പമായിരിക്കുന്ന പിതാവാണ്. പിതാവ് ഇപ്പോൾ ചിക്കാഗോ രൂപതയുടെ ബിഷപ്പാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇനി നമുക്ക് നമ്മളെ അനിമേറ്റർ അച്ഛനായിട്ട് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് റവറൻഡ് ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛനാണ്. റിനോഡ് ഫിലോസഫറാണ് അച്ഛൻ. അച്ഛൻ നമ്മുടെ കോഴ്സിൽ വരികയും നമ്മളെക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് നമ്മളെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് ബഹുമാനപ്പെട്ട വൈദികരെ നമ്മുടെ ഒപ്പം നമ്മളെ സഹായിച്ചുകൊണ്ടും നമ്മുടെ ഈ മിസിയോടെ കോഴ്സിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടും നമ്മളൊപ്പം സഹകരിക്കുന്നു. അതിൽ നമുക്കിവിടെ കാണാം റവറൻഡ് ഫാദർ മാത്യു പുതിയത്തച്ഛൻ, കാറ്റഗിസന്റെ കമ്മീഷന്റെ സെക്രട്ടറിയാണ് അച്ഛൻ നമ്മോടൊപ്പമുണ്ട്. വീണ്ടും നമുക്കിവിടെ കാണാം റവറൻഡ് ഫാദർ ജുബി പീറ്റർ, അച്ഛൻ റീജിയണൽ ഡയറക്ടർ ഓഫ് സുവിശേഷ സംഘത്തിന്റെ ഡയറക്ടർ അച്ഛനാണ്. അതുപോലെ തന്നെ ബത്തോടി രൂപതയുടെ അസംഷൻ ചർച്ച് വികാരിയാണ്. അങ്ങനെ ഒത്തിരി മേഖലകളിൽ അച്ഛൻ പ്രവർത്തിക്കുന്നു. അച്ഛൻ നമ്മോടൊപ്പമുണ്ട്. ഇനി നമ്മുടെ ശംഷാദാബാദ് രൂപയിൽ നിന്നുള്ള റവറൻഡ് ഫാദർ സേവ്യർ മാന്ത്രാച്ചൻ നമ്മളെ ഏറെ സ്നേഹത്തോടെ എന്നും നമ്മോടൊപ്പമായിരിക്കുന്ന അച്ഛനാണ്. അച്ഛൻ അവിടുത്തെ അസിസ്റ്റന്റ് വികാറും കൂടിയാണ്. സെന്റ് ജൂഡ് ചർച്ചിന്റെ വികാർ കൂടിയാണ്.
എന്നുള്ളത് പറയാം. ഇനി നമുക്ക് മറ്റൊരു അച്ഛനാണ് റവറൻഡ് ഫാദർ ഡിറ്റോ ദേവസ്യ. കേരള ജീസസ് യൂത്തിന്റെ കേരള മിഷൻ ടീമിന്റെ ചാപ്ലിനാണ് അച്ഛൻ. അച്ഛൻ നമ്മോടൊപ്പം ഉണ്ട്. വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും റവറൻഡ് ഫാദർ ജിബിൻ അച്ഛൻ ക്ലറിഷ്യൻ പ്രൊവിൻസിന്റെ ക്യൂറേറ്ററാണ്. അച്ഛനെ പോലെ തന്നെ ക്ലറിഷ്യൻ സഭയിൽ നിന്ന് ഒത്തിരി വൈദികരെ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് അതിലൊരു അച്ഛനാണ് റവറൻഡ് ഫാദർ ഷാൻ അച്ഛൻ. ക്ലരീഷ്യൻ മിനിസ്റ്ററിയുടെ ഷംഷദാബാദിലെ ക്ലരീഷ്യൻ മിനിസ്ട്രിയാണ് അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു അച്ഛനെ പരിചയപ്പെടാം. റവറൻഡ് ഫാദർ മനോജ് വടക്കേടത്ത് അച്ഛനാണ് നമുക്കുള്ളത്. അച്ഛൻ ജയിൽ മിനിസ്ട്രി സുപ്പീരിയർ ആണ്. തന്നെയുമല്ല ഒരു ധ്യാന ഗുരുവും കൂടിയാണ് എന്നുള്ളതാണ്. ഇനി പൂനെയിൽ നിന്നുള്ള ജയിൽ മിനിസ്ട്രിയിലെ അച്ഛനാണ് റവറൻഡ് ഫാദർ മാർട്ടിൻ വലിയകുന്നിൽ അച്ഛൻ. ഇനി സാഗർ, മധ്യപ്രദേശ് സാഗർ ഡയസിസിൽ നിന്നുള്ള റവറൻഡ് ഫാദർ ജാക്സൺ തെക്കുംപീടിക അച്ഛൻ നമ്മളൊപ്പം പലപ്പോഴും മെസ്സേജുകൾ തരാനായിട്ട് നമ്മോടൊപ്പം സഹകരിക്കാറുള്ള അച്ഛനാണ്. അവിടെ മധ്യപ്രദേശില് അവിടെ അസിസ്റ്റന്റ് മാനേജറാണ്. സെന്റ് ജോസഫ് സ്കൂളിന്റെ മാനേജറാണ്, അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അങ്ങനെ ഒത്തിരി ചുമതലകളോടുകൂടി ഉണ്ടെങ്കിലും നമ്മോടൊപ്പം ആയിരിക്കുന്നു. ഇനി അങ്കമാലി ക്ലറിഷ്യൻ സെമിനാരിയുടെ അച്ഛനായ റവറൻഡ് ഫാദർ മനോജ് താനിയിൽ അച്ഛൻ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കുന്ന അച്ഛനാണ്. അതുപോലെ ക്ലറിഷ്യൻ പ്രൊവിൻസ് കറുകുറ്റിയിലെ മറ്റൊരു അച്ഛനാണ് റവറൻഡ് ഫാദർ ജോമോൻ അത്താഴപ്പാടം അച്ഛൻ. ഒത്തിരി സോഷ്യൽ മീഡിയയിലൂടെ മെസ്സേജുകളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു അച്ഛൻ കൂടിയാണ് എന്നാണ്. ഇനി നമുക്ക് നമ്മുടെ വൈദികരും എല്ലാം ഉണ്ടെങ്കിലും നമ്മളെ ഇതിന്റെ ടീമിന്റെ ലീഡറായിട്ട് നമുക്ക് വരുന്നത് നമ്മൾ അമ്മയെന്നും ചേച്ചിയെന്നും ആന്റിയെന്നും ഒക്കെ വിളിക്കുന്ന ആലിസ് കുട്ടി ചേച്ചിയാണ്. ചേച്ചി കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ആദ്യകാല പ്രവർത്തകയാണ്. ജീസസ് യൂത്ത് മുതലായ 6ഓളം മിനിസ്ട്രികളുടെ രൂപീകരണത്തിന്റെ സാരഥിയാണ്. അതുപോലെ തന്നെ നല്ലൊരു വാഗ്മിയാണ്. ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള എഴുത്തുകാരി കൂടിയാണ്. ഇവിടെ കാണാം, ഈ സ്ലൈഡിൽ കാണാം, ബി ജീസസ്, ലൈവ് ജീസസ്, പ്രൊക്ലൈം ജീസസ്. തീർച്ചയായും തൻ്റെ ജീവിതം കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുകയും താൻ പ്രഘോഷിക്കുന്നത് ജീവിതത്തിൽ മറ്റുള്ളവർക്കൊരു മാതൃകയാക്കുകയും ചെയ്യുന്ന ഈ ആലിസ് ആന്റിയുടെ നേതൃത്വത്തിലാണ്, കീഴിലാണ് നമ്മൾ ഈ മിസിയോ കോഴ്സുകളെല്ലാം നടത്തിപ്പോകുന്നത് എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇനി ഈ മിസിയോ ഫാമിലിയെ കുറിച്ച് നമുക്കൊന്ന് പറയാം. മിസിയോ ഫാമിലി ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ഓൾ ഓവർ വേൾഡ് പരന്നു കിടക്കുകയാണ്. നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് കോർഡിനേറ്റേഴ്സ് ഉണ്ട്, യൂറോപ്പിൽ നിന്ന് കോർഡിനേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ US നിന്നും ഒക്കെ ന്യൂസിലാൻഡിൽ നിന്നും ഒക്കെ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. എല്ലാവരും അതുപോലെ മെന്റേഴ്സ് ഉണ്ട്. എല്ലാവരും ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ ഇത് നടക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മിസിയോ ടീം മെമ്പേഴ്സ് ഉണ്ട്. ഒരു 10-58 പേരോളം ഉണ്ടായിരിക്കും. ഇവരെല്ലാവരെയും നമുക്ക് ഈ സമയക്കുറവ് പേരെടുത്ത് പറയാനായിട്ട് സാധിക്കില്ല. എങ്കിലും ഈ സ്ലൈഡിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇവരൊക്കെയാണ് നമ്മുടെ മിസിയോ ടീമായിട്ട് മിസിയോയെ വളർത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒപ്പം നിന്നുകൊണ്ട് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഈ ടീം മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാണാം, ഈ ഇങ്ങനെയൊക്കെ ടീം മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും എപ്പോഴും ഇവിടെ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസിനെ കൂടുതൽ സഹായിക്കുന്നത് മെന്റേഴ്സ് ആണ്. ഈ മെന്റേഴ്സ് ആണ് ഈ കോഴ്സ് വിജയകരമാക്കി തീർക്കുന്നതും നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതും. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ ഇവരെ എന്തായാലും പേരെടുത്ത് വായിക്കുകയാണ്. ബീന സ്റ്റാൻലി, ലിസി സണ്ണി, സിന്ധു ജോയ്, ജോസഫ് PC, അലക്സ് ഫ്രാൻസിസ്, ജോയ്സ് കെ ജോസഫ്, ഡെയ്സി പോള്, ഡെയ്സി തോമസ്, ചാക്കോ വർഗീസ്, ടെൻസി മാത്യു, ശരണ്യ ദാസ്, ഷൈനി ജെയിംസ്, രജിത് TM,
ഗീത ജക്കോ, ആൻഡ് ശോശാമ റൂബിൻ, ജോഷുവ ജോ മാത്യു, ദേവസ്യ ടി ഡി, സെലിൻ സാമുവൽ, മാത്യു പി വർഗീസ്, മറിയാമ്മ ആന്റണി, അശ്വതി ബേബി. ഇനി US നിന്നുള്ള കോർഡിനേറ്റേഴ്സ് ആണ് LC അലക്സ്, ജെസ്സി മാത്യു ആൻഡ് ജോഫി ജെറാൾഡ്. ഇനി US നിന്ന് ഉള്ള മെന്റേഴ്സ് ആണ് നമുക്കിവിടെ കാണാൻ ബോബി അഡാബൂർ, ബെന്നി കൂവക്കാട്ടിൽ, സിനി സനീഷ്, ജിൽബി സുഭാഷ്. ഇവരാണ് US നിന്നുള്ള മെന്റേഴ്സ് ടീം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്നും നമുക്ക് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. യൂറോപ്പ് കോർഡിനേറ്റേഴ്സ് ആയിട്ട് വരുന്നത് ഫിലോമിന കെ തോമസ് ആൻഡ് ജോമോൾ ജോസഫ് ആണ്. അവിടുത്തെ മെന്റേഴ്സ് ബീന ജോബി, സലിമ ജോൺ, ബിനോ തോമസ് ആൻഡ് ഷീജ. ഇനി ന്യൂസിലാൻഡിൽ നമുക്ക് മെന്റേഴ്സും കോർഡിനേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ് നവീൻ ജോസ്, വിൻസി സോണി, ലോറിൻ നോർ, പ്രിയ ടിബി എന്നിവരാണ്. ഇനി നമ്മുടെ മിഡിൽ ഈസ്റ്റില് നമ്മുടെ കോർഡിനേറ്റേഴ്സും മെന്റേഴ്സുമായിട്ട് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ജോയ്സി ദീപു, സജിനി മാത്യു ആൻഡ് ടോജി മാത്യു എന്നിവരാണ്. ഇവരൊക്കെയാണ് നമ്മുടെ മെന്റേഴ്സ് എന്നുള്ളത് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ മിസിയോ ഫാമിലി ഈ ലോകത്തിന്റെ എല്ലാ ഉക്കിലും മൂലയിലും ഇന്ന് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്താ ഈ കോഴ്സിന്റെ 10 ആഴ്ച കാലം നീളുന്ന ഈ കോഴ്സിലെ നമുക്കെല്ലാവർക്കും ഒന്നിച്ചുകൊണ്ട് ദൈവ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ. ക്ഷമിക്കണം, കുറച്ച് നമുക്ക് ഈ മിസിയോയുടെ മീഡിയ സംബന്ധിച്ചു കൂടി ഞാനൊന്ന് പറഞ്ഞു വെക്കാം. മിസിയോ വൈബ്സ് എന്ന് പറയുന്ന ഒരു ഇത് നമുക്ക് വർക്ക് എഡിഷനുണ്ട്. അതിന്റെ മലയാളം എഡിഷന്റെ ചീഫ് എഡിറ്റർ ആയിട്ട് വരുന്നത് CC ആലീസ് കുട്ടിയാണ്. ഇംഗ്ലീഷിലെയും അങ്ങനെ തന്നെ. നമുക്ക് ഇതിൽ കാണാം, എല്ലാ മാസവും ഇറങ്ങുന്ന മിസിയോ വൈബ്സ് എന്ന് പറയുന്ന മീഡിയ ആണ് ഇത്. ഇനി നമുക്ക് മിസിയോ പവർ ഹൗസ് ഉണ്ട്, മിസിയോ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ട്. എല്ലാ ദിവസവും നമുക്ക് ഈ മിസിയോ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കറുകുറ്റിയിലുള്ള നമ്മുടെ മിസിയോ ഭവനിൽ പ്രാർത്ഥന, നമുക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന എല്ലാ ദിവസവും ഉള്ളതാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് മിസിയോയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മിസിയോ സപ്പോർട്ടേഴ്സ് ഉണ്ട്. സാമ്പത്തികമായും സാന്നിധ്യം കൊണ്ടും എല്ലാം മിസിയോയെ സപ്പോർട്ട് ചെയ്യുന്ന മിസിയോ സപ്പോർട്ടേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്. ഇനി നമുക്ക് മീഡിയയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 7ഓളം ഗാനങ്ങൾ മിസിയോയുടെ വകയായിട്ട് നമ്മൾ ഇറക്കുകയുണ്ടായി. അതുപോലെ ഫേസ്ബുക്ക് ഉണ്ട്. നമ്മുടെ ഈ എല്ലാ പ്രോഗ്രാമുകളെയും യൂട്യൂബിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു യൂട്യൂബ് ലിങ്ക് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ മിസിയോയെ കുറിച്ച് ഉള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഇതിലൂടെയും നമ്മൾ ഈ നമ്മുടെ ടീമിനെ കുറിച്ചുള്ള വിവരണങ്ങൾ നൽകുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. താങ്ക് യു. മിസിയോ എക്ലേസിയയെ കുറിച്ച് നല്ലൊരു ഇൻട്രൊഡക്ഷൻ നൽകി പരിചയപ്പെടുത്തി. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതലായി പരിചയപ്പെടാം. താങ്ക് യു ക്ലീറ്റേഴ്സ്. വീണ്ടും നമുക്ക് പാർട്ടിസിപ്പന്റിന്റെ സാക്ഷ്യം കേൾക്കാം. സാക്ഷ്യം കേൾക്കാൻ ഈ പ്രോഗ്രാമിൽ തന്നിരിക്കുന്ന ടൈമിങ് നിങ്ങൾ ദയവ് ചെയ്ത് കീപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ സമയം അതിക്രമിച്ചു പോകും. അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് ആദ്യമേ കതിരൂർ ആലപ്പുഴയിൽ നിന്നും അലക്സ് ഫ്രാൻസിസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഞാൻ അലക്സ് ഫ്രാൻസിസ് വെള്ളവനാട്ട്, കൊച്ചിൻ ഡയസിസിലെ ചന്ദ്രൂർ എന്ന ഗ്രാമത്തിലെ സെന്റ് മേരീസ് ഇടഭാഗമാണ്. ഞാൻ ഒരു മതാധ്യാപകനാണ്. കൂടാതെ 72 രാജ്യങ്ങളിലായി
ഈ മാതാവിലൂടെ യേശുവിനെ പ്രഘോഷിക്കുന്ന വേൾഡ് ഫാമിലി ഓഫ് റേഡിയോ മരിയ ഇന്ത്യയിലെ ഒരു വോളണ്ടിയർ കൂടിയാണ്. ബേസിക്കലി ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. FICT എന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും റിട്ടയർ ചെയ്തു. വൈഫ് ലൈസാമ്മ കെട്രോൺ കൺട്രോൾസിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഞാനിത് 3ാമത്തെ പ്രാവശ്യമാണ് സജീവമായിട്ട് ഈ മിസിയോ കോഴ്സിൽ പങ്കെടുക്കുന്നത്. ഈ മിസിയോ കോഴ്സിൽ വീണ്ടും വീണ്ടും ചേരണമെന്ന് ആഗ്രഹം എനിക്കുണ്ടായത് ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാവരുടെയും കടമയായ സുവിശേഷ പ്രഘോഷണം എന്ന മിസിയോയുടെ ദൗത്യമാണ്, അതിനുള്ള പ്രയത്നമാണ്. എന്നെ ഇതിന് സഹായിക്കുന്നത് മിസിയോയിലെ പല കാര്യങ്ങളാണ്. ഒന്ന്, എനിക്ക് വചനവിചിന്തനം നടത്താനായിട്ട് കഴിവില്ലായിരുന്നു. വചനവിചിന്തനം നടത്താൻ കഴിവില്ലായ്മയിലും കൂടുതൽ അത് നടത്തുവാൻ കഴിയുമോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. ആ ആശങ്ക ക്രമേണ അകറ്റുവാനായിട്ട് ഈ മിസിയോ കോഴ്സിലൂടെ എനിക്ക് സാധിച്ചു. മിസിയോയിലെ സബ് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും ചെയ്യുന്ന വേർഡ് ഓഫ് ദ ഡേയിൽ, ആ വേർഡ് ഓഫ് ദ ഡേയിൽ നമ്മൾ വചനം ഓരോരുത്തരും, ഞാൻ ആ വചനം എന്നെ എങ്ങനെ സ്വാധീനിച്ചു, എങ്ങനെ സ്പർശിച്ചു എന്ന് എല്ലാവരും പങ്കുവയ്ക്കുന്ന പോലെ ഞാനും പങ്കുവയ്ക്കണം. ഒരു വചനവിചിന്തനം വഴി പങ്കുവയ്ക്കണമായിരുന്നു. അത് നടത്തുവാനായിട്ട് എനിക്ക് മറ്റുള്ള ആ ഗ്രൂപ്പിലുള്ള മറ്റൊരു പങ്കുവെക്കുന്നത് എന്നെ സഹായിച്ചു. അതുമാതിരി എൻ്റെ സബ് ഗ്രൂപ്പിലുള്ള മെന്റേഴ്സും എന്നെ ഇതിൽ ഗൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ക്രമേണ ഈ ആശങ്ക മാറ്റി ഇപ്പൊ എനിക്ക് വചനവിചിന്തനം നടത്തുവാനായിട്ട് പ്രാപ്തനാകുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം ഉണ്ടായതെന്ന് വെച്ചാൽ വചനത്തിന് ആഴപ്പെടുവാൻ സാധിച്ചു. ഈ വചനം വിചിന്തനം നടത്തുവാനായിട്ട് നമ്മൾ ആ വചനവും അതിന് മുമ്പുള്ള വചനങ്ങൾ പല ആവർത്തി നമ്മൾ വായിച്ച് ഹൃദ്യസ്ഥമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് വചനത്തിൽ ആഴപ്പെടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മറ്റൊരു ഇത് ലഭിച്ചിട്ടുള്ള എന്താണ്, വിശ്വാസത്തിന്റെ ദൃഢത കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് മെയിൻ ഗ്രൂപ്പിൽ എല്ലാ ആഴ്ചയിലും എല്ലാ ആഴ്ചയുടെ ക്ലാസ്സിൽ കാഴ്ചയിലുള്ള ക്ലാസ്സുകളിലെ അത്ഭുതമായ ജീവിത സാക്ഷ്യങ്ങൾ, അതുമാതിരി നമ്മുടെ ഓരോ നിത്യസത്യങ്ങളുമായി ബന്ധപ്പെട്ട സൈഡ് പ്രസന്റേഷൻ, ഇതെല്ലാം എന്നെ ഇതിൽ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് നല്ല കുമ്പസാരം നടത്തി മാനസാന്തരപ്പെട്ടാൽ മാത്രമേ യേശു നമുക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയുള്ളൂ എന്നും നിത്യരക്ഷ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ബോധ്യം ദൃഢമായി. ഈ ബോധ്യങ്ങളെല്ലാം ഒരു മതാധ്യാപകൻ എന്ന നിലയിലും അതുപോലെ സ്നേഹ സമൂഹത്തിന്റെ ലീഡർ എന്ന നിലയിലും എൻ്റെ മതബോധന അർത്ഥികളിലേക്കും എന്നോട് ഇടപഴകുന്ന മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കാൻ ഇപ്പോൾ എനിക്ക് കഴിയുന്നുണ്ട്. പിന്നെ മറ്റൊരു ഇത് ലഭിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രയർ പാർട്ട്നേഴ്സ്, നമ്മുടെ സബ് ഗ്രൂപ്പിൽ എല്ലാവരും പ്രയർ പാർട്ട്നേഴ്സ് ആയിട്ട് ഓരോ പ്രാവശ്യം ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥനകൾ മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറ്റുള്ളവരുണ്ടെന്നും മറ്റുള്ള പ്രാർത്ഥനകൾ എനിക്ക് കിട്ടി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ അനുഭവം, ഒരു പ്രാർത്ഥന കൂട്ടായ്മയുടെ അനുഭവം, ഇതൊക്കെ ഒരു പ്രത്യേക അനുഭവങ്ങളായിരുന്നു. ഇതെല്ലാം ഒരു പ്രത്യേക അനുഭവങ്ങളായിരുന്നു എന്നാണ് അതിൽ നിന്ന് കിട്ടിയിരുന്ന ബോധ്യങ്ങൾ. എനിക്ക് മിസിയോ ഇത് ഓൺലൈൻ കോഴ്സിൽ ആണ് ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഓഫ്ലൈൻ കോഴ്സിൽ കൂടണമെന്നുള്ള ആഗ്രഹം തമ്പുരാൻ സാധിച്ചു തരും എന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥനയുടെ ഐക്യത്തിൽ യേശുനാമത്തിന്റെ മഹത്വം. ആമേൻ. ഹൈദരാബാദിൽ നിന്നും സെബി ആൽവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സെബി ആൽവിൻ, ഹൈദരാബാദിൽ നിന്ന്. 36 വർഷമായി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നു. എൻ്റെ ഭർത്താവ് റെയിൽവേസിൽ നിന്ന് റിട്ടയർഡ് ആണ്. ഞാൻ ഒരു റിട്ടയർഡ് ടീച്ചർ. ഞങ്ങൾക്ക് 2 മക്കൾ. മകൻ വിവാഹിതനായി, ഭാര്യയും ഒരു കുഞ്ഞു കൊച്ചും ഞങ്ങളുടെ കൂടെ താമസിക്കുന്നു. ഈ മിസിയോയിൽ അംഗമാകാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. സ്ഥിരമായി ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ മിസിയോയിൽ ചേർന്നതിന് ശേഷം അതിൽ ഒരു വ്യത്യാസം വന്നു. 7 നിത്യസത്യങ്ങളെ കുറിച്ചുള്ള അറിവ് ഒരു പുതുമയായിരുന്നു. ദൈവസ്നേഹത്തെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ബൈബിളിലെ വാക്യങ്ങൾ അതിനോട് ബന്ധപ്പെടുത്തി പറയുമ്പോഴും പ്രൊക്ലമേഷനിലൂടെ അത് ആവർത്തിക്കുമ്പോഴും അതിൻ്റെ ആഴം വളരെ വലുതായിരുന്നു. അതോടൊപ്പം തന്നെ ടെസ്റ്റിമണി ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്നതായിരുന്നു.
ദൈവം നമ്മോട് ഇത്രയും അടുത്തതായിരുന്നു എന്ന് അപ്പോഴാണ് മനസ്സിലാക്കിയത്. സ്ലൈഡ് പ്രസന്റേഷൻ വഴി ഓരോ വിഷയങ്ങളും വളരെ ആഴത്തിൽ തന്നെ പ്രത്യേകമായി നിത്യസത്യങ്ങളെ പറ്റി വളരെ ആഴമായി പഠിക്കുവാൻ ശനിയാഴ്ചത്തെ ക്ലാസ്സുകൾ വളരെയധികം ഉപയോഗിച്ചു. കുറച്ചൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും സാധിച്ചു. തിങ്കളാഴ്ചത്തെ സബ് ഗ്രൂപ്പ് മീറ്റിംഗ് വളരെയധികം പ്രത്യേകതയുള്ളതായിരുന്നു. ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതായിരുന്നു അത്. ഓരോരുത്തരും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഉതകുന്ന വിധം പലതലത്തിലുള്ള ഡ്യൂട്ടികൾ ഏറ്റെടുത്ത് ചെയ്യുമായിരുന്നു. അതിന് മെന്റർമാർ ഞങ്ങളെ സഹായിക്കുകയും ആവശ്യത്തിന് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തു. ദിവസം തോറും തരുന്ന വചന വിചിന്തനം വളരെ പുതിയൊരു അനുഭവമായിരുന്നു. ഒരു വാക്യം പലരും തങ്ങളുടെ കാഴ്ചപ്പാടിൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കാണാത്ത പല അർത്ഥങ്ങളും അതിന് കിട്ടുമായിരുന്നു. ദൈവം ചൊരിയുന്ന അനുഗ്രഹം എനിക്ക് ലഭിക്കാത്തത് എൻ്റെ പാപാവസ്ഥയാണെന്ന് വളരെ ആധികാരികമായി സ്ഥാപിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ കുംഭസാരം എന്തിനാണെന്നും അതിൻ്റെ പ്രാധാന്യവും ആവശ്യകതയും നാം കേട്ടിട്ടുണ്ടെങ്കിലും അത് ഇത്രത്തോളം പ്രാധാന്യം എന്നിലുണ്ടെന്ന് ഇപ്പോഴാണ് എന്നിൽ ഇത്രയ്ക്കും ആഴമായി പതിച്ചത്. പ്രയർ പാർട്ട്ണർ ഒരു വലിയ നേട്ടമായിരുന്നു. ജീവിതത്തിന്റെ വലിയ പല തുറകളിലും ഉള്ള പലരുമായും പല സ്ഥലങ്ങളിലുള്ള പുതിയ ആൾക്കാരുമായി എനിക്ക് എൻ്റെ പ്രാർത്ഥനാ നിയോഗം പങ്കുവെക്കാൻ സാധിച്ചത് ഒരു വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. അവർ നമ്മോട് എത്ര കാര്യമായിട്ടാണ് ഓരോന്നും ഷെയർ ചെയ്തത്. അതൊരു നല്ല സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള മിസിയോ അംഗങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ ഈ പുതിയ മാധ്യമ സാമഗ്രികൾ സുവിശേഷ വേലയ്ക്കുതകുന്ന ഉപകരണങ്ങളാണെന്ന് വളരെ വ്യക്തമല്ലേ? നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ആഹ്വാനം ഇനിയും എത്രയോ അധികമായി നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുമല്ലോ. അതിനായി ഈ അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താം. ഈശോയെ മറ്റുള്ളവരിലേക്ക് കൊടുക്കാം. നാം അനുഭവിച്ച എന്നിലുള്ള ഈശോയെ മാത്രമേ എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായി കഴിയുകയുള്ളൂ. ആ അനുഭവം ഈ മിസിയോ ഗ്രൂപ്പിൽ ഞാൻ പഠിച്ചു. അതുകൊണ്ട് ഈ മിസിയോ കൂട്ടായ്മയിൽ നമുക്ക് കൂടുതലായി പ്രവർത്തിക്കാനും നമുക്ക് മറ്റുള്ളവർക്കായി ഈശോയെ കൊടുക്കാനായും ട്രൈ ചെയ്യാം. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവിനായി ഈ കൂട്ടായ്മ ഇനിയും ഒരുപാട് മുന്നോട്ട് വളരട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ. നമുക്കിനി തൃശ്ശൂരിൽ നിന്നും അജിൽ ജോസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ അജിൽ ജോസ്. എൻ്റെ വീട്ടിൽ ഭർത്താവ്, ഞാൻ, 3 മക്കൾ, അപ്പനമ്മ ആണുള്ളത്. എൻ്റെ സ്ഥലം തൃശ്ശൂരിലെ മണ്ണുത്തിയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി മിസിയോ പ്രിലിംസ് ബാച്ച് 16-ലാണ് കയറിയത്. വചനചിന്തനം ചെയ്യാൻ എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു. വചനചിന്തനം ചെയ്യാൻ ബുദ്ധിമുട്ടായപ്പോൾ എൻ്റെ മെന്ററുടെ നിർദ്ദേശത്തോടു കൂടി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. വചനവിചിന്തനത്തിന് സമയം കണ്ടെത്തിയപ്പോൾ ഈശോ വചനത്തിലൂടെ എന്നെ മുന്നോട്ട് എനിക്ക് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞു. മറ്റുള്ളവരുടെ മുമ്പിൽ മിണ്ടുവാനോ സംസാരിക്കാനോ എനിക്ക് ധൈര്യമില്ലായിരുന്നു. പിന്നീട് മിസിയോ ഗ്രൂപ്പിൽ വന്നപ്പോൾ എനിക്ക് മിണ്ടുവാനും മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാനും ധൈര്യം കിട്ടി. പരിശുദ്ധാത്മ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടപ്പോൾ വചനവിചിന്തനം ചെയ്യാൻ അറിയാത്ത എനിക്ക് വചനത്തിന്റെ ആന്തരിക അർത്ഥം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞു. വചനം എഴുതാനും പഠിക്കാനും പ്രചോദനവും ശക്തിയും കിട്ടി. എൻ്റെ കുടുംബജീവിതത്തിൽ എനിക്ക് പരിഹരിക്കാൻ പറ്റാത്ത വലിയൊരു പ്രശ്നം ഈ മിസിയോ കൂട്ടായ്മയിലൂടെ പരിഹരിക്കപ്പെട്ടു കിട്ടി. മെന്റേഴ്സ് എനിക്ക് തന്ന ശക്തിയും ധൈര്യവും എന്നെ അതിനെ സഹായിച്ചു.
വചനവിചിന്തനം ചെയ്യാൻ അറിയാത്ത എൻ്റെ ഗ്രൂപ്പിലെ മറ്റംഗങ്ങൾക്ക് അവർക്ക് പകർന്നു കൊടുക്കാനുള്ള ശക്തിയും ധൈര്യവും എനിക്ക് കിട്ടി. ഒപ്പം അവരെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചു. എനിക്ക് അറിയാത്ത കാര്യങ്ങളും സംശയങ്ങളും എല്ലാം എൻ്റെ മെന്റേഴ്സ് എന്നോട് സ്നേഹത്തോടെ പറഞ്ഞു തന്നിരുന്നു. പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് ആശ്വാസം പകരാനും എനിക്ക് ഈ കൂട്ടായ്മയിലൂടെ കഴിഞ്ഞു. കൂട്ടായ്മ എന്ന ശക്തി ശനിയാഴ്ചത്തെ കൂട്ടായ്മയുടെ ക്ലാസ്സിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കിട്ടി. ഒപ്പം ഈ കൂട്ടായ്മയിലൂടെ പ്രാർത്ഥിക്കാനും കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് എനിക്ക് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാനും കഴിഞ്ഞു. കുമ്പസാരം എന്ന കൂദാശയിലൂടെ യഥാർത്ഥ അനുതാപവും പശ്ചാത്താപവും നമുക്ക് ലഭിക്കുമെന്ന് എനിക്ക് ശനിയാഴ്ചത്തെ കുമ്പസാരം എന്ന ക്ലാസ്സിലൂടെ എനിക്ക് കിട്ടി. അത് എൻ്റെ ജീവിതത്തിൽ അർത്ഥവത്താകാൻ സാധിച്ചു. ഇനിയും മിസ്സിയോ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. യേശുവേ നന്ദി. ആമേൻ. നമ്മള് 6 പാർട്ടിസിപ്പന്റിന്റെ സാക്ഷ്യങ്ങളായിരുന്നു കേട്ടത്. അപ്പം പങ്കുവെച്ച എല്ലാവർക്കും നന്ദി. അടുത്തതായി നമുക്ക് കോഴ്സ് ഇൻട്രൊഡക്ഷൻ ആണ്. ടെസ്റ്റിമണി ഷെയർ ചെയ്തപ്പോൾ നമ്മൾ കേട്ടു 7 നിത്യസത്യങ്ങൾ. അങ്ങനെയൊന്നുണ്ടോ എന്നുള്ള സംശയങ്ങള് ഉണ്ടായി കാണും. എനിക്ക് ഈ സംശയം നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ കോഴ്സിലൂടെയാണ് ക്ലിയർ ആയത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി തരാനായിട്ട് നമ്മുടെ ടോമിച്ചൻ ചേട്ടനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഒത്തിരി സന്തോഷത്തോടെ എല്ലാവരെയും ഈ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിവിടെ കാണുന്നത് പോലെ യേശുവിനെ അറിയാനും അനുഭവിക്കാനും അനുഭവിച്ച് ജീവിക്കാനും ജീവിച്ച് പ്രഘോഷിക്കാനും വേണ്ടിയുള്ള ഒരു പരിശീലനത്തിന്റെ തുടക്കം മാത്രമാണ് ഈ പ്രിലിമിനറി കോഴ്സ്. നമുക്കിത് എന്താണെന്ന് നോക്കാം. ഇത് തികച്ചും ഒരു സഭാത്മക കോഴ്സാണ്. നമ്മളിവിടെ കാണുന്ന പോലെ, ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ, അതുപോലെ CCC, പിന്നെ ഈ ചാക്രിക ലേഖനങ്ങളും അപ്പസ്തോലിക ആഹ്വാനങ്ങളും ഒക്കെ റെഫർ ചെയ്തുകൊണ്ടുള്ള ഒരു കോഴ്സാണിത്. ഇതൊരു പഠനത്തിന്റെ ഒരു ചൂണ്ടുപലക മാത്രമാണ്. സഭയെക്കുറിച്ച് അടിസ്ഥാനപരമായി സഭ പഠനങ്ങളിലേക്ക് നമ്മളെ വിരൽ ചൂണ്ടുന്ന ഒരു കോഴ്സാണിത്. നമുക്ക് മുന്നോട്ട് കാണാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടു കൂടി, പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടി നമുക്ക് മുന്നോട്ട് കാണാനായിട്ട് പരിശ്രമിക്കാം. കെറിഗ്മ എന്നൊരു വാക്ക് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇതൊരു ഗ്രീക്ക് പദമാണ്. ഇതിന്റെ അർത്ഥം പ്രഘോഷിക്കുക, പ്രൊക്ലെയിം, അല്ലെങ്കിൽ വിളംബരം ചെയ്യുക, വിളിച്ചു പറയുക എന്നൊക്കെയാണ്. ഈ കോഴ്സ് രൂപപ്പെടുത്തിയത് മെക്സിക്കോയിൽ പ്രവർത്തിച്ചിരുന്ന 2 മെക്സിക്കൻസ് എന്ന് പറയാൻ പറ്റില്ല. ഫാദർ എമിലിയാനോ താഡിഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം 1999 മരണപ്പെട്ടു. അദ്ദേഹം ഒരു കനേഡിയൻ ആയിരുന്നു, പക്ഷെ മെക്സിക്കോയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം. അദ്ദേഹവും ഈ ജോസ് പ്രാദോ ഫ്ലോറസ് എന്ന് പറയുന്ന ഒരു അൽമാനും കൂടെ ചേർന്നാണ് ഈ കോഴ്സിന് രൂപം നൽകിയത്. ഇതിന് കോഴ്സ് പോൾ എന്ന് പറയും. അങ്ങനെ പറയാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, ഈ സ്ക്രീനിൽ നമ്മൾ കാണുന്ന ഈ 2 പുസ്തകങ്ങളെ ആസ്പദമാക്കി, അതായത് 1975 വിശുദ്ധ പോളാറമൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ച സിനഡാനന്തര അപ്പസ്തോലിക ആഹ്വാനം, ഇവാഞ്ചലി നൂൻസിയാന്തി അഥവാ സുവിശേഷ പ്രഘോഷണം എന്ന അപ്പസ്തോലിക ആഹ്വാനവും 1990 വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പുറപ്പെടുവിച്ച രക്ഷകന്റെ മിഷൻ എന്ന ചാക്രിക ലേഖനവും, ഈ 2 പുസ്തകങ്ങളെ ആസ്പദമാക്കിയാണ് ഈ കോഴ്സ് രൂപപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഈ കോഴ്സിന്റെ മോട്ടോ വചനം എന്ന് പറയുന്നത് 2 തിമോത്തി 2:2, ഞങ്ങൾ 2T22 എന്നൊക്കെ പറയും. അനേകം സാക്ഷികളുടെ മുൻപിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. അനേകം സാക്ഷികളുടെ മുമ്പിൽ വെച്ച് എന്ന് പറയുമ്പോൾ സഭയിൽ നിന്ന് കേട്ട കാര്യങ്ങൾ എന്ന് അതിന് ആധികാരികമായി പറയാൻ പറ്റും. അപ്പൊ സഭയിൽ നിന്ന് കേട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുകയും, അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം പൗലോസ് തിമോത്തിയോസിന്, ആദ്യ മെത്രാനായ തിമോത്തിയോസിന് കൊടുക്കുന്ന ഉപദേശമാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ കോഴ്സിന് കോഴ്സ് പോൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതെന്തിനു വേണ്ടിയാണ്, ഈ കോഴ്സിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ലോക സുവിശേഷവൽക്കരണം, ദൈവരാജ്യ സംസ്ഥാപനം, ലോകത്തിൽ മുഴുവനും യേശുക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിൽ എല്ലായിടത്തും എത്തുക, ലോകത്തിന്റെ മനസാക്ഷി രൂപാന്തരപ്പെടുക, അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സുവിശേഷ സന്ദേശത്തിന്റെ പ്രാരംഭ പ്രഘോഷണം, ടു ഇവാഞ്ചലൈസ് ദ പാർട്ടിസിപ്പൻസ് എന്നൊക്കെ നമ്മൾ പറയും. പിന്നെ പ്രഘോഷിക്കാൻ പരിശീലിപ്പിക്കുക, പഠിപ്പിക്കുക, പരിശീലകരെ പരിശീലിപ്പിക്കുക, പിന്നെ ടീംസ് ആൻഡ് സ്കൂൾസ് ഓഫ് ഇവാഞ്ചലൈസേഷൻ. നമ്മുടെ സ്വപ്നമാണത്, നമ്മുടെ ഒരു ലക്ഷ്യവുമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്
മുമ്പേ MC പറഞ്ഞതുപോലെ 7 നിത്യസത്യങ്ങൾ എന്നൊക്കെ ഞങ്ങൾ പറയും. അത് നിത്യസത്യങ്ങൾ എന്ന് പറയുന്ന ഈ കോഴ്സിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്ന ഒരു പ്രയോഗമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ 7 വിഷയങ്ങളിലൂടെയാണ് നമ്മൾ ഈ കോഴ്സ് കടന്നു പോകുന്നത്. അതായത് ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവ മനുഷ്യ പങ്കാളിത്തത്തോടുകൂടിയുള്ള പറുദീസ അനുഭവം. ആ അനുഭവത്തിൽ നിലനിൽക്കാൻ പറ്റാതെ പോയ മനുഷ്യകുലത്തിന്റെ അധപ്പതനം, പാപാവസ്ഥ. എന്നാൽ പാപാവസ്ഥയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ വന്ന യേശുവിലൂടെയുള്ള വീണ്ടെടുപ്പ്, രക്ഷ. യേശുവിലൂടെയുള്ള വീണ്ടെടുപ്പ് സ്വീകരിക്കാൻ നമ്മൾ ചെയ്യേണ്ട 2 പ്രത്യുത്തരങ്ങളാണ് വിശ്വാസവും മാനസാന്തരവും. അതുപോലെ വിശ്വസിച്ച് മാനസാന്തരപ്പെടുന്നവർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നൽകി ഒരിക്കലും പാപം ചെയ്യാത്തവരായി നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നെ പരിശുദ്ധാത്മ നിറവിൽ ആയി കഴിയുന്ന ആൾക്കാരുടെ ചിന്തകൾ ഏകീകരിക്കപ്പെടുന്നു. ഏകീകരണത്തിന്റെ ആത്മാവ് അവരെ ഒന്നാക്കി മാറ്റും. അതാണ് കൂട്ടായ്മ. ഇനി കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അത് തിരുസഭയാകുന്ന കൂട്ടായ്മ. ഈ കൂട്ടായ്മയിൽ നിന്ന് ഐക്യപ്പെട്ടവരായിട്ടാണ് സുവിശേഷം പ്രഘോഷിക്കുക. അപ്പം ഇതാണ് നമ്മൾ ഈ 7 വിഷയങ്ങളിലൂടെ നമ്മൾ പോകുന്നത്. പ്രിയമുള്ളവരിവിടെ കാണുന്നത് ഏഷ്യയിലെ സഭ, എക്ലേസിയ ഇൻ ആസിയ എന്ന് പറയുന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നു, 23-ാമത്തെ ഖണ്ഡികയിൽ പറയുകയാണ്, ജ്വലിക്കുന്ന ഒന്നിന് മാത്രമേ മറ്റൊന്നിനെ ജ്വലിപ്പിക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ നല്ലതുപോലെ ഇവാഞ്ചലൈസ്ഡ് ആയിട്ട് നമ്മൾ നല്ലതുപോലെ ജ്വലിക്കുന്നവരായി മാറിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കണ്ണിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് വിശ്വാസം പകർന്നു നൽകാനും മറ്റുള്ളവരെ ജ്വലിപ്പിക്കാനും നമുക്ക് കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ഈ കോഴ്സ് ഭാരതത്തിൽ വന്നത് 1997-ൽ ഡച്ചുകാർ വന്ന് ബോംബെയിൽ നടത്തിയ ഒരു കോഴ്സിൽ നമ്മുടെ പ്രിയപ്പെട്ട ആലിസാൻഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് കണ്ടല്ലോ, ആലിസാൻഡി ഇത് പങ്കെടുക്കുകയും അവര് ഡച്ച് ഭാഷയിൽ നടത്തിയിട്ടത് ട്രാൻസ്ലേഷനൊക്കെ ആയിട്ടാണ്, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെയാണ്. അപ്പം ചേച്ചി ഇതിൽ പങ്കെടുത്തപ്പം ഇതെല്ലാവർക്കും കിട്ടണമെന്നുള്ളൊരു ബോധ്യം ചേച്ചിക്ക് ഉണ്ടാവുകയും ആ കോഴ്സ് ശരിക്കും ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേരളത്തിലുടനീളം അനേക സ്ഥലങ്ങളിൽ ഈ കോഴ്സ് 10-28 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയാണ് ഈ കോഴ്സ് ഭാരതത്തിൽ എത്തുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്തിനു സുവിശേഷം പ്രസംഗിക്കണം എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വന്നാൽ അത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഇതാണ് അതിന്റെ കാരണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിലൂടെ രക്ഷാകര കർമ്മം പൂർത്തിയാക്കപ്പെട്ടു. പക്ഷേ ദൈവം മനുഷ്യകുലത്തിന് വേണ്ടി തന്റെ സ്വപുത്രനെ ബലിയായി നൽകിക്കൊണ്ട് ഒരുക്കിയ ഈ രക്ഷാകര പദ്ധതി എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം. അത് ജോൺ പോൾ മാർപ്പാപ്പ തന്നെ റിഡംപ്റ്റോറിസ് മിസ്സിയോ അല്ലെങ്കിൽ രക്ഷകന്റെ മിഷൻ എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിന്റെ 1-ാമത്തെ ആമുഖത്തിൽ തന്നെ പറയുക, രക്ഷകനായ ക്രിസ്തു തിരുസഭയെ പരമേൽപ്പിച്ച ദൗത്യം ഇന്നും അതിന്റെ പരിപൂർത്തിയിൽ നിന്ന് വളരെ അകലെയാണ്. മനുഷ്യവർഗത്തെ ഒന്നടങ്കം വീക്ഷിക്കുമ്പോൾ രക്ഷാകര ദൗത്യം തുടക്കത്തിൽ തന്നെ നിൽക്കുന്നതായിട്ട് ആണ് കാണുന്നത് എന്ന് ജോൺ പോൾ മാർപ്പാപ്പ പറയുമ്പോൾ, അതായത് ഒരു പുസ്തകത്തിന്റെ ആമുഖത്തിൽ തന്നെ ഇങ്ങനെ എഴുതി വെക്കണമെങ്കിൽ മാർപ്പാപ്പയുടെ വേദനയാണ് അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തിരുസഭയെ രക്ഷകനായ ക്രിസ്തു ഏൽപ്പിച്ച ദൗത്യം അതിന്റെ ആരംഭത്തിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സുവിശേഷവൽക്കരണ ദൗത്യം നമ്മൾ എത്രമാത്രം തീക്ഷ്ണതയോടുകൂടി നടത്തേണ്ടതാണ് എന്ന്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷം പ്രസംഗിക്കേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ ഡിഗ്രികളിൽ നമ്മൾ കാണുന്നുണ്ട്, LG ലൂമൻ ജെൻസിയം 17-ാമത്തെ ഖണ്ഡികയിൽ പറയും, സഭ സ്വഭാവത്താൽ തന്നെ പ്രേക്ഷിതയാണ്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി മാത്രമാണ്. നമ്മുടെ ലക്ഷ്യം, സഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സുവിശേഷവൽക്കരണം മാത്രമാണ്. 1 കൊരിന്ത്യർ 9:16 പറയുന്ന ഇപ്രകാരമാ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. കാരണം എന്താ? അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. എനിക്ക് മാത്രമല്ല, ഈ ലോകം മുഴുവനിലും ദുരിതം തന്നെയാണ്. മാമോദിസ സ്വീകരിച്ച ഓരോരുത്തരുടെയും കർത്തവ്യമാണ് സുവിശേഷം പ്രഘോഷിക്കുക എന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ എക്സസൈസുകളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുന്നത് എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ദ ചേർച്ച് എക്സിസ്റ്റ് ഇവാഞ്ചലൈസ് എന്ന് പറയും. സഭയുടെ അസ്തിത്വം തന്നെ സുവിശേഷവൽക്കരണം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണെന്ന് ഇവാഞ്ചലി നുൻസിയാന്തി 14-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് എന്തിനാണ് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കേണ്ടത്? ഒരു അനുഭവമാകുന്ന, അതായത് രക്ഷയുടെ അനുഭവം സിദ്ധിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് സുവിശേഷം പ്രഘോഷിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ സഭയിൽ നിന്ന് നേരായതും സഭാത്മകവുമായിട്ടുള്ള ബോധ്യങ്ങളിൽ നമ്മൾ വളരണം. എന്നിട്ട് നമ്മുടെ ജീവിത ശൈലി ദൈവോന്മുഖമാക്കുക. അതായത് നമ്മളെ കാണുന്നവർക്ക് സുവിശേഷം ജീവിക്കുന്നു എന്ന് തോന്നത്തക്ക വിധത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. പിന്നെ സാക്ഷ്യത്തിന്റെ പിൻബലം ഉണ്ടാകണം തീർച്ചയായിട്ടും. അങ്ങനെ സുവിശേഷം
നമുക്ക് സുവിശേഷം നൽകണമെങ്കിൽ, സുവിശേഷം ഏകാൻ നമ്മൾ സുവിശേഷമായി തീരണം എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതാണ് മുമ്പേ ക്ലീറ്റസും പറഞ്ഞിരുന്നു, ബി ജീസസ്, ലിവ് ജീസസ് ആൻഡ് പ്രൊക്ലെയിം ജീസസ്. നമ്മൾ അങ്ങനെ ആയിക്കൊണ്ട് ആ സാക്ഷ്യത്തിന്റെ പിൻബലത്തിന്റെ കുറവാണ് നമുക്കിന്ന്. എന്തെങ്കിലും ക്ഷീണമുണ്ടെങ്കിൽ അത് നമ്മളിൽ പ്രകടമാകുന്നത് അതുകൊണ്ടാണ്. ആ സാക്ഷ്യത്തിന്റെ പിൻബലത്തോടു കൂടിയാണ് നമ്മൾ ഇത് ചെയ്യാൻ. ഇനി ഈ പ്രാരംഭ പ്രഘോഷണത്തെ കുറിച്ച് മാർപ്പാപ്പന്മാര് പറയുന്നത് എന്താണ്? ഫ്രാൻസിസ് മാർപ്പാപ്പ സുവിശേഷത്തിന്റെ ആനന്ദം, ഇവാഞ്ചലി ഗൗദ്യം എന്ന് പറയുന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ പറയുക, കെറിഗ്മ എന്ന് പറഞ്ഞാൽ ഈ പ്രാരംഭ പ്രഘോഷണം എല്ലാ സുവിശേഷ വൽക്കരണ പ്രവർത്തനത്തിന്റെയും സഭാ നവീകരണത്തിലുള്ള സകല പരിശ്രമങ്ങളുടെയും കേന്ദ്രമായി ഇതൊരു വിജാഗിരി പോലെ പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. കെറിഗ്മ എന്ന് പറഞ്ഞാൽ ഈ അടിസ്ഥാന സുവിശേഷ സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി അതിന്റെ അടുത്ത ഖണ്ഡികയിൽ പറയുകയാണ്, 164 ഖണ്ഡിക പറയും, മതബോധകന്റെ അധരങ്ങളിൽ പ്രഥമ പ്രഘോഷണം അഥവാ ഈ കെറിഗ്മ വീണ്ടും വീണ്ടും മുഴങ്ങണം. അങ്ങനെ ഓരോരുത്തരും തുടരെ തുടരെ സുവിശേഷവൽക്കരിക്കപ്പെടണം എന്ന് പറയാം. എപ്പോഴെങ്കിലും നമുക്കൊരു കുറവ് വന്നാൽ നമ്മൾ സുവിശേഷവൽക്കരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ കേൾക്കേണ്ടത് ഈ കെറിഗ്മയാണ്, ഈ അടിസ്ഥാന സുവിശേഷ സന്ദേശമാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുക. അതിന്റെ 165 ഖണ്ഡികയിൽ പറയുന്നു, ഈ കെറിഗ്മ അഥവാ പ്രാരംഭ പ്രഘോഷണത്തെക്കാൾ ദൃഢവും അഗാധവും സുരക്ഷിതവും അർത്ഥപൂർണവും ജ്ഞാനപൂർണവുമായി മറ്റൊന്നില്ല. എല്ലാ ക്രൈസ്തവ പരിശീലനവും കൂടുതൽ ആഴത്തിൽ ഈ പ്രാരംഭ പ്രഘോഷണത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറയുക. അപ്പം ഇതിന്റെ പ്രാധാന്യം മാർപ്പാപ്പന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മുടെ റിഡംതോറിസ് മിസ്സിയോയിലും അതുപോലെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ ലുമൻ ജെൻസിയം 16 പറയുന്നു, ഈ കൃപയോട് വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സഹകരിക്കുന്നില്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല കൂടുതൽ കർശനമായി വിധിക്കപ്പെടുകയും ചെയ്യുമെന്ന് പറയുന്നു. ഇത് നമ്മൾ ഭയപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, മാമോദിസ സ്വീകരിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇത് നമ്മൾ ഈ കൃപയോട് നമ്മൾ വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സഹകരിക്കണം എന്നുള്ള ഒരു ആഹ്വാനമാണ് നമ്മൾ ഇവിടെ കാണുന്നത് എന്ന് പറയാം. നമുക്ക് ഇതെല്ലാം ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിസ്സിയോ എക്ലേസിയ ട്രസ്റ്റ് ഉണ്ട്, ഒരു ട്രസ്റ്റ് ഉണ്ട്, നമുക്കൊരു ടീമുണ്ട്. അങ്ങനെ മുമ്പോട്ട് നമ്മുടെ കാര്യങ്ങൾ പോകുന്നു. നമുക്ക് നമ്മുടെ ട്രസ്റ്റിന്റെ മെമ്പേഴ്സിനെയാണ് ഈ കാണുന്നത്. അതുപോലെ നമുക്കൊരു മിസ്സിയോ ഭവൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭവനം നമുക്ക് ദൈവത്തിന്റെ കൃപയാല് രൂപപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കറുകുറ്റിയില്. ആ ഭവനമാണ് നമ്മളിവിടെ കാണുന്നത്. ഇങ്ങനെ നമ്മുടെ ശുശ്രൂഷകൾ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നു. നമുക്കിനി കൂടുതൽ പരിചയപ്പെടുകയും കൂടുതൽ കാണുകയും ചെയ്യാം. അടുത്ത ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ഒരു കുടുംബം പോലെ ഒത്തിരി സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. മിസ്സിയോ കോഴ്സിനെ പറ്റിയും നിത്യസത്യങ്ങളെ പറ്റിയും ചുരുങ്ങിയ സമയം കൊണ്ട് സ്ലൈഡ് ഷോയിലൂടെ മനസ്സിലാക്കി തന്ന ടോമിച്ചൻ ചേട്ടന് ഒത്തിരി നന്ദി. അടുത്ത സെഷനിലേക്ക് കിടക്കാം. ഇനാഗുറൽ മെസ്സേജ് ആണ്. മിസ്സിയോയുടെ രക്ഷാധികാരിയായ മാർ ജോയ് ആലപ്പാട്ട് പിതാവ് നമ്മോടൊപ്പമുണ്ട്. പിതാവിനെ ഏറെ സ്നേഹ ബഹുമാനത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പിതാവേ. ഞാൻ വന്നിട്ടുണ്ട്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാനൊരു അല്പസമയം ഈ ഇന്റർനെറ്റ് പ്രശ്നം കാരണം വിഷമിക്കുകയായിരുന്നു. എല്ലാം ശരിയായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സ്വാഗതം ആശംസിക്കുവാൻ സന്തോഷമുണ്ട്. ഞാനും ഈ ഒരു കോഴ്സിൽ കൂടിയതാണ്. ഇതിന്റെ ഒരു മെമ്പറായിട്ട് ഞാൻ തുടരുന്നുണ്ട്. നിങ്ങളെ പുതുതായിട്ട് ചേർന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ എൻ്റെ ഹൃദയമായ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും ഞാൻ ആശംസിക്കുകയാണ്. ഇതിൽ ചേരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കുന്നതേ ഉള്ളൂ. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ കേട്ടതുപോലെ നമ്മളുടെ ഒരു മൗലികമായ ധർമ്മമാണ് സുവിശേഷവൽക്കരണം എന്നുള്ളത്. ഈ സുവിശേഷവൽക്കരണം എങ്ങനെയാണ് നടത്തേണ്ടത്? അതിന് ഒരു ഉള്ളടക്കമുണ്ട്. ആ ഉള്ളടക്കം എന്ത് എന്നുള്ളതാണ് ഈ കോഴ്സിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പസ്തോലന്മാരിലൂടെ തുടങ്ങിയ ഈ പ്രസംഗം അല്ലെങ്കിൽ ഈ സുവിശേഷവൽക്കരണം നൂറ്റാണ്ടുകളായിട്ട് സഭ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതില് ഇന്ന് ഞാനും നിങ്ങളും ഭാഗവാക്കുകളാണ്. എൻ്റെയും നിങ്ങളുടെയും ഒരു വലിയ ഉത്തരവാദിത്തമാണ്
സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈശോയെ ഞാൻ രക്ഷകനും നാഥനുമായിട്ട് ഏറ്റുപറയുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു മൗലികമായ കടമയാണ്, ധർമ്മമാണ് ആ ഈശോയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക, ലോകത്തിന് വ്യക്തമാക്കി കൊടുക്കുക. അത് എൻ്റെ ജീവിതം വഴിയായിട്ടും എൻ്റെ പ്രവർത്തനങ്ങൾ വഴിയായിട്ടും എൻ്റെ പ്രസംഗം അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൾ വഴിയായിട്ടും ഞാൻ ലോകത്തിന് ഈശോയെ വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അപ്പൊ ഈ വ്യക്തമാക്കി കൊടുക്കലിൻ്റെ ഉത്തരവാദിത്വം ശിരസ ഏറ്റുവാങ്ങിയവരാണ് അപ്പസ്തോലന്മാര്. പെന്തക്കോസ്താ ദിവസം അവരെല്ലാവരും ഒരുമിച്ചിരിക്കെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന അവസരത്തില് മാതാവിൻ്റെയും അപ്പസ്തോലന്മാരുടെയും നേതൃത്വത്തില് ആ ശിഷ്യഗണം ഒരുമിച്ച് കൂടിയിരുന്ന അവസരത്തിലാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരികയും അന്ന് മുതല് അവർക്കൊരു വലിയ ദൗത്യം അവരെ ആവരണം ചെയ്യുകയും ഉണ്ടായി. അത് പരിശുദ്ധാത്മാവിൽ നിവേശിതരായ ഒരു ദൗത്യമായിരുന്നു. അത് ഈശോ അവരോട് പറഞ്ഞ കാര്യങ്ങൾ അവരെ ഒന്നുകൂടി ബോധ്യപ്പെടുത്തുകയായിരുന്നു. എന്താണ് ഈശോ അവരോട് പറഞ്ഞിരുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. നിങ്ങൾ ഇത് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇത് അനുസ്മരിക്കുവേൻ, ആവർത്തിക്കുവേൻ എന്ന് ഈശോ പറഞ്ഞു. അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, കാസ എടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇത് ഭക്ഷിക്കുവേൻ, ഇത് പാനം ചെയ്യുവേൻ. അതിനുശേഷം ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ ഡു ദിസ് ഇൻ മെമ്മറി ഓഫ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങൾ ഇത് ചെയ്യുവിൻ എന്ന് ഈശോ പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം, ഒരു ദൗത്യം അതാണ്. മറ്റൊരു ദൗത്യമാണ് ഗോ ആൻഡ് പ്രീച്ച്. നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കുക, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളവ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈശോ പഠിപ്പിച്ചിട്ടുള്ളത്? ആ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുടെ മുഴുവൻ ഒരു രത്ന ചുരുക്കം, അത് ഇങ്ങനെ ഒരു നട്ട്ഷെല്ലായിട്ട് നമുക്ക് സംഗ്രഹിച്ച് 7 ഹെഡിങ്ങുകളിൽ നമ്മൾ അടക്കി വെച്ചിരിക്കുകയാണ്. അതിൽ ഒന്നാണ് ദൈവസ്നേഹം. ദൈവസ്നേഹത്തിന് ശേഷം വരുന്നതാണ് പാപാവസ്ഥ, യേശു രക്ഷകൻ, വിശ്വാസം, അതിലൂടെ ലഭിക്കുന്ന മാനസാന്തരം, പിന്നെ പരിശുദ്ധാത്മാവ് നമ്മിൽ വരുത്തുന്ന വ്യതിയാനങ്ങള്, നമ്മൾ തമ്മിൽ ഉണ്ടാകേണ്ടതായ കൂട്ടായ്മ, നമ്മളുടെ സഭാത്മകമായ ഒന്നിപ്പ്, അതുകൂടാതെ സുവിശേഷ പ്രഘോഷണം. മറ്റുള്ളവരോട് നമ്മൾ പഠിപ്പിക്കണം, നമ്മൾ അറിയിക്കണം. നമ്മളത് പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങളിൽ ക്രിസ്തു രൂപീകൃതമാകുന്നത് വരെ ഞാൻ പ്രസവ വേദന അനുഭവിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അപ്പോ എല്ലാ ക്രൈസ്തവരും ഇപ്രകാരം ഒരു വേദനയിലൂടെ കടന്നു പോകുന്നവരാണ്. മറ്റുള്ളവരിൽ ഈശോയെ ദർശിക്കുവാനായിട്ടുള്ള ഒരു തിടുക്കം അല്ലെങ്കിൽ ഒരു സാധ്യത നമ്മളെപ്പോഴും ആരാഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ 7 കാര്യങ്ങളിലൂടെ നമ്മൾ ഈ സുവിശേഷ പ്രഘോഷണത്തിന്റെ കെറിഗ്മയുടെ കണ്ടന്റ് നമ്മൾ പഠിക്കുകയാണ്. ഇതാണ് ഈ കെറിഗ്മ കോഴ്സ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അത് സഭയുടെ പഠനങ്ങളിലും സഭയുടെ പ്രബോധനങ്ങളിലും മാർപ്പാപ്പമാര് കാലാനുസൃതമായിട്ട് നമുക്ക് നൽകിയിട്ടുള്ള പല രേഖകളിലൊക്കെ ഈ കാര്യങ്ങൾ ആവർത്തിച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു മൗലികമായ ധർമ്മമാണ്. അതിന് നമ്മളെ സജ്ജമാക്കുക, തയ്യാറാക്കുക എന്നുള്ളത് ഈ ഒരു കോഴ്സിന്റെ ഒരു ലക്ഷ്യമാണ്. അതിലേക്ക് വന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയും നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ നല്ല ദിവസം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങളൊപ്പമായിരുന്നു കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചവ മറ്റുള്ളവരെ പഠിപ്പിക്കുവാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് കാത്തുകൊള്ളണമേ. ഇനിയും ധാരാളം ശുശ്രൂഷകര് ഈ രംഗത്തേക്ക് കടന്നു വരുവാൻ അവിടുന്ന് കനിവുണ്ടാകണമേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളിലും അവിടെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും അവിടെ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യണമേ.
ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമ്മേ, മറിയത്തെ പിതാവേ, വാഴ്ത്തപ്പെട്ടവരെ, വിശുദ്ധാത്മാക്കളെ, മാലാഖമാരെ, ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു പിതാവേ, താങ്ക് യു വെരി മച്ച്. കേട്ടോ, താങ്ക് യു ഒത്തിരി നന്ദി പിതാവേ. വളരെ തിരക്കുകൾക്കിടയിലും ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി അനുഗ്രഹ പ്രഭാഷണം നടത്തി ശ്ലൈഹിക ആശീർവാദം നൽകിയ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പിതാവിന് ഈശോ കുടുംബത്തിന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു, താങ്ക് യു. അടുത്തതായി നമുക്ക് മെന്റേഴ്സിന്റെ ടെസ്റ്റിമോണിയൽ ഷെയറിംഗ് ആണ്. അതിനായി ജോയ്സ് ദീപുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓരോരുത്തരും അവരുടെ സമയം പാലിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ജോയ്സി ദീപു, പാലക്കാടാണ് താമസം. 3 മക്കളാണ്. ഹസ്ബൻഡ് ദൈവ തിരുസന്നിധിയിലാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് ഈശോ എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. ഇന്നിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ പ്രഘോഷിക്കാൻ എനിക്ക് അനുഗ്രഹം നൽകിയത് മിസ്സിയോ എന്ന കൂട്ടായ്മയാണ്. ഞാൻ അനുഭവിച്ചറിഞ്ഞ ഈശോയെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനായിട്ട് എനിക്ക് സാധിക്കാറില്ലായിരുന്നു. എന്റെ ജീവിത സാക്ഷ്യം മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുവാനും എനിക്ക് സാധിക്കാറില്ലായിരുന്നു. പക്ഷെ അതിനൊക്കെ എന്നെ പഠിപ്പിച്ചത് ഈ മിസ്സിയോ ആണ്. മിസ്സിയോയുടെ ഓൺലൈൻ കോഴ്സിലും മിസ്സിയോയുടെ ഫുൾ കോഴ്സും അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് നല്ലൊരു ധൈര്യവും വിശ്വാസവും ഒക്കെ ഉണ്ടായത്. ഞാൻ മാമുദീസായിലൂടെ സ്വീകരിച്ച കൃപാവരത്തിലൂടെ ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കാനുള്ള കടമയും ഉത്തരവാദിത്വവും എനിക്കുണ്ടെന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ടായി. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു കുറവായിട്ട് ഞാൻ കണ്ടിരുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് ദേഷ്യപ്പെടുകയും എൻ്റെ ദേഷ്യവും സങ്കടവും ഒക്കെ എനിക്ക് ഈസി ആയിട്ട് തീർക്കാൻ പറ്റുന്നവരുടെ മേത്ത് തീർക്കുന്ന ഒരു സ്വഭാവം. അതിലെനിക്ക് മാറ്റമുണ്ടാക്കാനായിട്ട് സാധിച്ചത് എൻ്റെ ഈശോ ചുങ്കക്കാരെയും ഫരിസേയരെയും പാപിനിയായ സ്ത്രീയും ധൂർത്തപുത്രനെയും ഒക്കെ ചേർത്ത് പിടിച്ച് അവരെ സ്നേഹിച്ച ഈശോയാണ്. ആ ഈശോയെ ഞാൻ എൻ്റെ ഗുരുവും രക്ഷകനും കർത്താവുമായി ഏറ്റെടുത്തപ്പോൾ എന്നിൽ ഈശോയുണ്ട്, ഞാൻ കാണുന്നവരിലും ഈശോയുണ്ട്. ആ മറുപുറത്ത് ഞാൻ കാണുന്ന ഈശോയെ എനിക്ക് എങ്ങനെയാ വേദനിപ്പിക്കാനായിട്ട് കഴിയുക? അങ്ങനെയുള്ളൊരു ഉറച്ച ബോധ്യം എന്നിൽ വന്നപ്പോഴാണ് എനിക്ക് മറ്റുള്ളവരുമായിട്ട് ആ സ്നേഹം പങ്കുവെക്കുവാനും അവരെയും അവരുടെ കുറവുകളോടുകൂടെ സ്വീകരിക്കുവാനും ഒക്കെയുള്ള ഒരു അനുഭവം ഉണ്ടായത്. അതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ ആത്മീയ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ ബൈബിൾ ഒത്തിരി വായിക്കുവാനും അതിലൂടെ ആഴത്തിൽ ജീവനുള്ള വചനം ഹൃദയത്തിൽ സ്വീകരിക്കുവാനും ഒക്കെ ഒരുങ്ങാനായിട്ട് എനിക്ക് കഴിഞ്ഞു. ഇന്ന് ഞാൻ ദൈവിക കൂട്ടായ്മയായ ഒരു കുടുംബത്തിന്റെ അംഗമായി തീർന്നത് ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ ഒരു കോഴ്സിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങൾ ഈ ടെസ്റ്റ് മണിയിലൂടെ പറഞ്ഞ ഓരോ അനുഭവങ്ങളും ഈശോയെ സ്വന്തം ജീവിതത്തിലൂടെയും അനുഭവത്തിലൂടെയും അനുഭവിച്ചറിഞ്ഞ് അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഒക്കെ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നന്ദി. ആമേൻ. നമുക്കിനിയും വരാപ്പുഴയിൽ നിന്നും ജിലി ഷാജനെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജിലി ഷാജൻ. ഞാൻ വരാപ്പുഴയിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ജീവിക്കുന്നത്. എൻ്റെ വീട്ടില് അമ്മ, ഹസ്ബൻഡ്, 2 മക്കളാണുള്ളത്. ഞാൻ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. ഞാൻ മിസ്സിയുടെ ആദ്യത്തെ 2 ബാച്ചുകളിൽ പങ്കെടുത്താണ്, 6ാമത്തെയും 7ാമത്തെയും ബാച്ചില്. എങ്കിലും അന്ന് എനിക്ക് വചനങ്ങൾ അത്ര അധികമായി എന്നെ ആഴത്തിൽ സ്പർശിച്ചു എന്ന് പറയുവാൻ സാധിക്കുകയില്ല. പിന്നീട് ഞാൻ 16ാമത്തെ ബാച്ചിലാണ് വീണ്ടും വചനം ഈ പ്രഘോഷണ കൂട്ടായ്മയുടെ ഭാഗമായി മാറിയത്. അന്ന് എനിക്ക് വചനം പങ്കുവയ്ക്കുവാനും വചനം കൂടുതലായിട്ട് ഓരോ ആഴ്ചയുടെ വചനങ്ങളെല്ലാം പങ്കുവയ്ക്കാനെല്ലാം വളരെ മടിയായിരുന്നു. എങ്കിലും എൻ്റെ മെന്റേഴ്സ് എനിക്ക് തന്ന പ്രചോദനത്തിന്റെ ഫലമായിട്ട് ഞാൻ കൂടുതലായിട്ട് വചനം പങ്കുവയ്ക്കാൻ പഠിച്ചു. ആ വചനം എന്നെ വളരെയധികം എൻ്റെ ജീവിതത്തിന് ഒരു ഭാഗമാക്കി മാറ്റുവാൻ ഞാനിന്ന് ശ്രമിച്ചു. ഞാൻ അനുഭവിച്ച ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്നുള്ളൊരു വലിയ ബോധ്യം എനിക്ക് ഈ മിസ്സിയോ കോഴ്സിലൂടെ കിട്ടി.
ആ പ്രഘോഷണം ജീവിതം മുഴുവൻ തുടർന്നുകൊണ്ട് പോകണമെന്നുള്ള വലിയ ആഗ്രഹവും ഇന്ന് എനിക്കുണ്ട്. ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രഘോഷിക്കാൻ അപ്പോസ്തലന്മാരെ ഈശോ പറഞ്ഞയക്കുന്നുണ്ട്. ക്രൈസ്തവരായ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. എന്നാൽ നമ്മൾ ഓരോരുത്തരും ഓരോ ജീവിതാന്തസ്സിൽ വെച്ച് അതില് പ്രഘോഷിക്കുവാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. പക്ഷെ നാം മാമോദിസ സ്വീകരിച്ച നാം ഓരോരുത്തരും ഈശോയെ പ്രഘോഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്നുള്ള ഒരു വലിയ ബോധ്യം നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ഒരു മതാധ്യാപികയായ ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഈശോയെ പറഞ്ഞു കൊടുക്കുമ്പോൾ കൂടുതൽ ആഴത്തിൽ ഈശോയെ അനുഭവിച്ചറിഞ്ഞ ഈശോയെ, ദൈവസ്നേഹത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ ഈശോയെ ഇന്നെനിക്ക് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഓരോ നിത്യസത്യവും നമ്മളെ കൂടുതലായി ഈശോയിലേക്ക് അടുപ്പിക്കും. ഓരോ നിത്യസത്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം മാറി മാറി പൂർണ്ണമായും ഒരു മാനസാന്തരമുള്ള ഒരു നല്ല വ്യക്തിയായി മാറുവാൻ നമുക്ക് സാധിക്കും. എന്റെ ജീവിത പ്രശ്നങ്ങളിൽ ഈശോയുടെ വചനത്തെ കൂട്ടുപിടിക്കാൻ എനിക്കിന്ന് സാധിക്കുന്നു. എന്റെ മാത്രമല്ല, എന്റെ കുടുംബത്തിലെയും എന്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ പോലും ജീവിത പ്രശ്നങ്ങൾ പറയുമ്പോൾ അവിടെ ഈശോയുടെ സ്നേഹം പങ്കുവെച്ച് അവരെ ഒരു സന്തോഷമാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഇന്ന് എനിക്ക് സാധിക്കുന്നുണ്ട്. ഇതിനെല്ലാം എന്നെ സഹായിച്ചത് ഈ മിസ്സിയോ കോഴ്സാണ്. എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വന്ന് വളരെ ഉച്ചത്തിൽ ഈശോയെ പ്രഘോഷിക്കാനൊന്നും അത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ പൂർണ്ണ സന്തോഷത്തോടു കൂടി, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി ഈശോയെ പ്രഘോഷിക്കാൻ ഇന്ന് എനിക്ക് സാധിക്കുന്നുണ്ട്. അതിനെല്ലാം സഹായിച്ച ഈ മിസ്സിയോട് കൂടെ പ്രവർത്തിക്കാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. ഈ മിസ്സിയോട് കൂടെ കുറച്ചു സമയം ജീവിതത്തിൽ നമ്മൾ ചെലവഴിക്കുന്ന ആ സമയം ഒരിക്കലും പാഴാവുകയില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. എന്നെ ഈശോ വിളിച്ച പോലെ ഇന്ന് ഈ കോഴ്സിൽ പങ്കെടുക്കാനായി വന്നു തീർക്കുന്ന നിങ്ങൾ എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. അടുത്തതായി USA-യിൽ നിന്നും സ്മിത മോൻസിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സ്മിത മോൻസി. ഞാൻ അമേരിക്കയിലെ ടെക്സാസിലെ ഹ്യൂസ്റ്റൺ എന്ന സ്ഥലത്തു നിന്നാണ്. എനിക്ക് 4 മക്കള്, ഞാൻ ഹസ്ബൻഡ്, ഞങ്ങൾ ഹ്യൂസ്റ്റണിൽ താമസിക്കുന്നു. എൻ്റെ മിസ്സിയോയുടെ ഒരു ജേർണി ആരംഭിച്ചത് ബാച്ച് 15 മുതലാണ്. ആ ബാച്ചിൽ ഞാൻ മെമ്പറായിട്ട് ജോയിൻ ചെയ്തു. ബാച്ച് ഞാൻ ലീഡറായിരുന്നു. ആ ഒരു കോഴ്സിലൂടെയാണ് ഞാനിങ്ങനെ ഒരു നിത്യസത്യങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ കേൾക്കുന്നത്, അത് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു കടമയുണ്ട് സുവിശേഷം പ്രസംഗിക്കാൻ. ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ആ ഒരു ഫസ്റ്റ് കോഴ്സ് എനിക്ക് വളരെ അനുഗ്രഹപ്രദമായിരുന്നു. നമ്മൾക്ക് ഇങ്ങനെ ഒരു വചന വിചിന്തനം ഒന്നും ഞാൻ ഒരിക്കലും എനിക്ക് കൊണ്ട് പറ്റുന്ന ഒരു കാര്യം ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ആ ഒരു കോഴ്സിലൂടെ ഞാൻ ഇങ്ങനെ പതുക്കെ വചന വിചിന്തനം ചെയ്യാനായിട്ടും സംസാരിക്കാനായിട്ടും ഒക്കെ പഠിച്ചു. അത് എനിക്കൊരു വലിയ മുതൽക്കൂട്ടായിരുന്നു എൻ്റെ ഒരു ക്രിസ്ത്യാനി എന്നുള്ള എൻ്റെ ഒരു ജീവിതത്തിൽ. കാരണം നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ ബേസിക് ഒരു കടമയാണെന്നുള്ളത്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവിൻ. അങ്ങനെയാണ് ഈശോ സ്ലേഹന്മാരോട് മാത്രം പറഞ്ഞതല്ല വചനം എന്ന് എനിക്ക് മനസ്സിലായത് ഒരു കോഴ്സിലൂടെയാണ്. കാരണം അത് നമ്മൾക്ക് ഒരു മാമോദിസ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും ഒരു കടമയാണ് അതെന്ന് ഞാൻ ഈ മിസ്സിയോയിലൂടെ മനസ്സിലാക്കി. അതെന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് 16-ലും 17-ലും മെന്ററായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് ഈശോ അവസരം തന്നു. 16-ലും എനിക്ക് ദൈവസ്നേഹത്തെ പറ്റി അനുഭവസാക്ഷ്യം പറയാനായിട്ട്, അതുപോലെ 17-ാമത്തെ ബാച്ചില് എൻ്റെ വിശുദ്ധ കുർബാനയായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടൊക്കെ എനിക്ക് ദൈവം അവസരം തന്നു. അതിലൂടെ എനിക്ക് അനേകരെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി. അവരത് വളരെയധികം ടച്ച് ചെയ്തവർക്ക് ഈശോയിലേക്ക് കൂടുതൽ വളരാനായിട്ട്, വിശുദ്ധ കുർബാനയെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട്, ദൈവസ്നേഹത്തിന്റെ ദൈവസ്നേഹം, പിതാവായ ദൈവത്തിന്റെ സ്നേഹം പലരും അത് ചിന്തിച്ചിട്ടുള്ള കാര്യമായിരുന്നില്ല. അതിലേക്കൊക്കെ എത്താനായിട്ട് അനുഭവസാക്ഷി സഹായിച്ചു എന്നതിനോട് ഇത്രയും പേര് ഷെയർ ചെയ്യുകയുണ്ടായി. അതിനൊക്കെ വേണ്ടി ഈശോ എന്നെ ഉപയോഗിച്ചത് ഈ ഒരു മിസ്സിയോയുടെ കൂട്ടായ്മയിലാണ്. അതിന് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ ഞാൻ ഈ ഒരു കാര്യം സുവിശേഷ പ്രഘോഷണം എൻ്റെയും കൂടെ കടമയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ അതൊട്ടും പാഴാക്കാതെ ഉപയോഗിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്.
അത് ഞാൻ പ്രത്യേകിച്ച് ഈ പ്രൊട്ടസ്റ്റന്റ് ആൾക്കാരോട് ഞാൻ നമ്മളൊരു വിശുദ്ധ കുർബാനയെ പറ്റി പറയാനായിട്ട് നമ്മുടെ സഭയാണ് യഥാർത്ഥ സഭ. ആ സഭയിൽ നിന്നാണ്. കാരണം ഇവിടുത്തെയുള്ള ചില ആൾക്കാരുടെയൊക്കെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. നമ്മൾ ഒരു കൾട്ട് ഗ്രൂപ്പ് കണക്കാണ് കാത്തലിക്സ് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരിലേക്കൊക്കെ അല്ല. അതാണ് ഈ സഭയാണ് ആദ്യം തുടങ്ങിയത്. അങ്ങനെയുള്ള കൺസെപ്റ്റ് ഒത്തിരിയും പേരിലേക്ക് പങ്കുവെക്കാനായിട്ട് എനിക്ക് ഈ ദിവസങ്ങളിലൊക്കെ സാധിച്ചിട്ടുണ്ട്. അതെനിക്കൊന്നും ഞാൻ മിസ്സിയയിലൂടെ വന്ന എനിക്ക് ആ ഒരു ഫോർമേഷനോടെ എനിക്ക് കിട്ടിയൊരു പ്രചോദനവും ആ ഒരു ട്രെയിനിങ്ങും എന്നെ ഇതിനു വേണ്ടിയിട്ട് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഈശോ നമ്മളോട് വചനം പറയുന്നുണ്ട്. പൗലോസ്ലീഹ കൊറിന്തോസർക്ക് പറയുന്നുണ്ട്, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്നാ പറയുന്നത്. അത് നമ്മൾക്ക് ഓരോരുത്തർക്കും ബാധകമാണ്. നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദുരിതം. കാരണം നമ്മുടെ കടമയാണ്. ആ ഒരു ആശയം ഈ ഒരു ഗ്രൂപ്പിൽ വരുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്നും സുവിശേഷമാകുവാനും സുവിശേഷമേകുവാനും നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. നമ്മൾ ഈ 9 പേരുടെ അനുഭവ സാക്ഷ്യം കേൾക്കുകയായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി. അടുത്തതായി ഫെലിസിറ്റേഷൻ മെസ്സേജ് ആണ്. ദൈവാനുഗ്രഹത്താലെ ബഹുമാനപ്പെട്ട 2 വൈദികരെ നമുക്കൊപ്പമുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ റവറൻ ഫാദർ തോമസ് മേൽവട്ടത്തച്ഛൻ, റെക്ടർ സെന്റ് ജോസഫ് മൈനർ സെമിനാരിയം വികാരി സെന്റ് ജോസഫ് കത്തീഡ്രൽ തലശ്ശേരിയിലെ അച്ഛനുമാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചോളുന്നു. എല്ലാവർക്കും ഈശോമിശിഹായി സ്തുതിയായിരിക്കട്ടെ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമല്ലോ അല്ലേ? പ്രിയപ്പെട്ടവരെ, മിസ്സിയോയുടെ എല്ലാ പ്രവർത്തകരെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. നിങ്ങൾക്ക് ദൈവാനുഗ്രഹം നേരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ ഈ മിസ്സിയോയുടെ മീറ്റിംഗ് കയറുന്നുണ്ടെന്നുള്ളത് നിങ്ങളെ കേൾക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടോമിച്ചേട്ടന് നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ ഇത്രയും കാലം നമ്മുടെ എറണാകുളത്ത് മൗണ്ട് സെൻറ് തോമസിൽ വിശ്വാസ പരിശീലനത്തിൻ്റെ സെക്രട്ടേറിയറ്റിനായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ഒരു 6 കൊല്ലക്കാലം അവിടെ പ്രവർത്തിച്ചു. അതിനുശേഷം എൻ്റെ ടേൺ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം രൂപതയിലേക്ക് തിരിച്ച് തലശ്ശേരി അതിരൂപിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇപ്പോൾ പാമ്പളാനി പിതാവ് എന്നെ നമ്മുടെ രൂപതയുടെ മൈനർ സെമിനാരിയുടെ റെക്ടറിനായിട്ടും ഞങ്ങളുടെ കത്തീഡ്രൽ പള്ളിയുടെ വികാരിയായിട്ടും കൂടെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ 70 കുട്ടികളുണ്ട് മൈനർ സെമിനാരിയിൽ. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. കത്തീഡ്രൽ പള്ളി തലശ്ശേരി പട്ടണം നമ്മുടെ ക്രൈസ്തവ കേന്ദ്രം അല്ലെന്ന് നിങ്ങൾക്കറിയാം. 170 വീട്ടുകാരുള്ള ഒരു ഇടവകയാണ്. ചുറ്റുപാട് അരമനയടക്കം 10-12 സ്ഥാപനങ്ങൾ ചുറ്റുമുണ്ട്. എന്നതാണെങ്കിൽ ദൈവത്തിൻ്റെ പരിപാലനയിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. ഈശോയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാരാകാൻ പറ്റുന്നതിൽ എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. കാരണം ഇത് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. കർത്താവിൻ്റെ ഒരു ഇടപെടലാണ് തമ്പുരാനെ പ്രഘോഷിക്കുക എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഈശോ എന്ന് പറഞ്ഞാൽ ഈ ദൈവം രക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. യേശു നാമത്തിനർത്ഥം ഹിബ്രു ഭാഷയിൽ ദൈവം രക്ഷിക്കുന്നു എന്ന് പറയുന്നത്. അവിടുന്ന് രക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജനത്തെ പാവങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു. അപ്പം എല്ലാ ജനത്തിനും പാവത്തിൽ നിന്ന് മോചനം കിട്ടാനുള്ള ഏക രക്ഷയുടെ മാർഗം അവിടുന്നുകൊണ്ടാണ് നമ്മുടെ ഈശോ ഏക രക്ഷകൻ. അവിടെ ദൈവപുത്രനാണ്, സർവ്വലോകത്തിൻ്റെ രക്ഷകനാണ്, അവിടുന്ന് പാവമോചകനാണ്. അപ്പോൾ ഈ രക്ഷ നമുക്ക് എല്ലാ മനുഷ്യവർഗത്തെയും രക്ഷ സാധിക്കുന്ന ഈശോയിലൂടെയാണെന്നുള്ള അടിസ്ഥാന വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ മനുഷ്യരെ പ്രതിയുള്ള രക്ഷാചരിത്രം മുഴുവന് ഈശോമിശിഹായിലാണ് നിറവേറുക എന്ന് നമുക്കറിയാം. ഈശോമിശിഹായിലൂടെ മാത്രമേ ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് സ്വർഗത്തിലേക്ക് പിതാവ് ദൈവത്തിനടുക്കിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈശോയെ പ്രഘോഷിക്കാനുള്ള ദൗത്യം കർത്താവിൻ്റെ അന്തിമ കൽപ്പനയുടെ ഭാഗമാണ്. എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. എല്ലാവരും കർത്താവിനെ അറിയുന്ന ഒരു ശുശ്രൂഷയിലേക്ക് എത്തണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ മിസ്സിയോ ഉള്ള താല്പര്യത്തോട് കൂടിയിട്ട് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള വ്യക്തികൾ ഒന്നിച്ചേർന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഞാൻ പറഞ്ഞ ഈശോ രക്ഷിക്കുന്ന ആ രക്ഷയുടെ അനുഭവം പങ്കുപറ്റിയിട്ടുള്ള നമ്മൾ ആ രക്ഷയിലേക്ക് മറ്റുള്ളവരെ ആനയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ശ്രമമൊക്കെ നടത്തുക, സുവിശേഷവൽക്കരിക്കുക, നമ്മൾ സുവിശേഷമായിട്ട് മാറുക. അപ്പോൾ അതിന് നമ്മൾ എന്നാ ചെയ്യുന്ന കാര്യം മറ്റുള്ളവരെ ഈശോയിലേക്ക് ആനയിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ കോഴ്സുകളെല്ലാം പങ്കെടുക്കുമ്പോൾ ഈശോയുടെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറയുന്ന പൗലോസ്ലീഹായുടെ ഒരു തീഷ്ണത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അപ്പോൾ ഈശോയിലേക്ക്, വിശ്വാസത്തിലേക്ക് മനുഷ്യരെ ആനയിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കണം. പഠിക്കുന്നതിന് അറിയുന്നതിൻ്റെ ആഴമനുസരിച്ച് നമ്മൾ സ്നേഹിക്കുന്ന ഈശോയെ മറ്റുള്ളവർക്ക് എത്തിക്കാൻ, വിശ്വാസത്തിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് ഒന്നാമതായിട്ട് കഴിയണം. രണ്ടാമതായിട്ട് ഈ
ഈശോയെ വിശ്വാസത്തിലേക്ക് എത്തിക്കാൻ നമുക്കറിയാം പ്രഘോഷണത്തിലൂടെയാണ്. നമുക്ക് നേരെയുള്ള സുവിശേഷ പ്രഘോഷണവും നമ്മുടെ സാന്നിധ്യം വഴിയുള്ള സുവിശേഷ പ്രഘോഷണവും എല്ലാം നമുക്കുണ്ട്. നമുക്ക് കുറഞ്ഞ ഒന്ന്, നമ്മൾ മടി കാണിക്കുന്ന ഒന്ന്, നമ്മുടെ അതരം കൊണ്ട് കർത്താവിനെ ഏറ്റുപറയാനായിട്ടുള്ള ഒരു വിമുഖത പ്രിയപ്പെട്ടവരെ കത്തോലിക്കരായി നമുക്കില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയേണ്ടതായിട്ട് വരും. എന്നാൽ മിസ്സിയെ പോലുള്ള പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ ഏറ്റുപറയുന്ന ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാനായിട്ട് വരും. നമ്മൾ അങ്ങനെ കർത്താവിനെ ഏറ്റുപറയുന്നവർ, പ്രഘോഷിക്കുന്നവരായിട്ട്, അങ്ങനെ വിശ്വാസം, ക്രൈസ്തവ വിശ്വാസം ശരിയായിട്ട് പകർന്നു കൊടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ ശരിക്കും പകർന്നു കൊടുക്കുന്നില്ലെങ്കിൽ പലരും വിശ്വാസത്തേക്ക് വരിക, ശരിയായ വിശ്വാസത്തേക്ക് വരിക, അതിന് ഉത്തരവാദി നമ്മൾ തന്നെയായിരിക്കും എന്ന കാര്യം കൂടെ നമ്മൾ ഓർക്കുക. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ മിസ്സിയോടെ പഠനം മൂന്നാമതായിട്ട് നമുക്ക് തരേണ്ട ഒരു കാര്യം എന്ന് പറയുക, ഈശോയെ പ്രഘോഷിക്കുന്നുള്ള തീഷ്ണത ഉള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറണം. ഒരുപാട് വസ്തുത പറഞ്ഞ പോലെ നമ്മൾ മന്ദോഷനായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചർച്ച കളയുന്ന കർത്താവ് പറയുക, നമ്മൾ തീഷ്ണതയെ ജ്വലിക്കുന്ന, ആത്മാവ് ജ്വലിക്കുന്നവരായിട്ട്. അപ്പം അതിന് നമുക്കറിയാം യോഹന്നാന്റെ ലേഖനത്തിൽ നമുക്ക് കാണുന്നത്, ഞങ്ങൾ കാണുകയും കേൾക്കുകയും കാര്യങ്ങളെ സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾ സാധ്യമല്ല. അപ്പം അങ്ങനെ ഒരു 1 യോഹന്നാൻ 1 പറയാണ്, ആദ്യമുണ്ടായിരുന്നത് സ്വന്തം ഞങ്ങൾ കേട്ടത്, സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടത്, സൂക്ഷിച്ച് വീക്ഷിച്ചത്, കൈകൊണ്ട് സ്പർശിച്ചമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. പറയാണ് ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, അതിന് ഞങ്ങൾ സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പിതാവിനോടുകൂടി ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. അപ്പം നമ്മൾ നിത്യജീവന്റെ പ്രഘോഷകരാണ്. അപ്പം ആ ഒരു ദൗത്യം പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്നും ഉണ്ടാണ്. നമ്മൾ നിത്യജീവനായിട്ടുള്ള ഈശോയെ പ്രഘോഷിക്കുന്നവരാണെന്ന്. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവാനുഭവം എപ്പോഴും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒന്നായിട്ട് പറഞ്ഞു. അതുകൊണ്ട് എന്തുണ്ടാകും, അതുവഴിയായിട്ട് ഞങ്ങൾക്കും നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങളിത് പ്രഘോഷിക്കുക. അപ്പോൾ ഈ കൂട്ടായ്മയുടെ കണ്ണീർ നമ്മൾ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർക്കുക. പിന്നെ നമ്മൾ ഓർക്കുക, ഈ കൂട്ടായ്മയുടെ കണ്ണീർ നമ്മൾ പറയുമ്പോൾ ഈ ഈശോ ഒരു മിത്ത് ഒന്നും അല്ലെന്ന് നമുക്കറിയാം. ഈശോ ഒരു വ്യക്തിയാണ്, ഒരു വ്യക്തിയായിട്ട്, അത് അസ്ത്രത്തിലെ ഈശോയാണ്. അവിടുന്ന് പിതാവിൽ നിന്നുള്ള ഏകപുത്രനാണ്. അവിടുന്ന് ഈശോയാണ് നമുക്ക് വേണ്ടി പീഡ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് എന്നും നമ്മളോടൊത്ത് വസിക്കുന്നവനാണ്. ഈശോ ഒരു വ്യക്തിയാണെന്നുള്ളത്, പിതാവായ ദൈവം വ്യക്തിയാണെന്നുള്ളത്, പരിശുദ്ധാത്മാവായ ദൈവം വ്യക്തിയാണെന്നുള്ള ഒരു ആഴമേറിയ ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ബോധ്യം അസ്ത്രത്തിൽ നിന്നുള്ള ഈശോയെ പ്രഘോഷിക്കും, ഉദ്ധിതനായ ഈശോയെ പ്രഘോഷിക്കും. അവൻ നമ്മോടൊത്ത് വസിക്കുന്നവനാണ്, നമുക്ക് ബലം തരുന്നവനാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രഘോഷിക്കേണ്ട, ഈശോയെ പ്രഘോഷിക്കുന്നെങ്കിൽ, ഈശോ എന്ന വ്യക്തിയാണ് പ്രഘോഷിക്കുന്നതെങ്കിൽ ഈശോയുടെ പ്രവൃത്തികളും വാക്കുകളും അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുക. അതാണ് ഈശോയുടെ കോഴ്സിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം വിശുദ്ധ ഗ്രന്ഥം നമുക്ക് അതിൻ്റെ ആഴത്തിൽ പഠിക്കാനായിട്ട്, അത് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ത്യാഗങ്ങൾ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ഈ പ്രഘോഷണം ഫലവത്താകുക എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക. അതുവഴിയായിട്ട് ആറാമത്തെ എന്താണ് ചെയ്യുന്നത്, മനുഷ്യരെ ക്രിസ്തുവുമായിട്ട് ഐക്യത്തിൽ കൊണ്ടുവരാനായിട്ട്, ഈശോയുമായ ഐക്യത്തിലേക്ക് അവരെത്തിക്കാൻ അത് നമുക്ക് കഴിയണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഓർക്കുമ്പോൾ അറിയാം, നമ്മൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മിടുക്കല്ലത്. അതിൻ്റെ ഈ പ്രബോധനം ഈശോയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള ബോധ്യം, അത് നമുക്ക് ഏഴാമതായിട്ട് നമുക്ക് ബോധ്യം ഉണ്ടാകണം. നമ്മൾ ഈശോയെ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലൂടെ പറയുന്നത് ആരായിരിക്കും? ഈശോയായിരിക്കണം. നമ്മുടെ അതരങ്ങളിലൂടെ സംസാരിക്കുന്ന ഈശോയാകണം. അതുകൊണ്ട് നമ്മൾ ഈശോയുമായിട്ട് അത്രമാത്രം ഐക്യം. ഈശോ പറയുന്നില്ലേ, ഞാൻ എൻ്റെ പ്രബോധനം എൻ്റേതല്ല, എൻ്റെ പിതാവിൻ്റെതാണ്. അപ്പം നമ്മൾ ഈ കർത്താവിൻ്റെ പ്രബോധനം കൊടുക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ ഉള്ള ഒരു തീക്ഷ്ണത, അത് പ്രബോധകൻ ഈശോയാണെന്നുള്ള, അപ്പം ഈശോയായ പ്രബോധകനോട് നമ്മൾ സ്ഥാപിക്കണം. ഗുരുവും കർത്താവുമായിട്ടുള്ള ഈശോയെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മളല്ല പ്രബോധകര് എന്നുള്ളത് നമ്മൾ ഓർക്കുക. നമ്മൾ കർത്താവിനോട് പറഞ്ഞ, കർത്താവെ ഞങ്ങളെയൊക്കെ കൃപ തരണം, നീ പഠിപ്പിക്കാനായിട്ട്, നീ ആഗ്രഹിക്കുന്നത് പോലെ പഠിപ്പിക്കാനായിട്ട്, നിന്റെ നിഗൂഢ രഹസ്യങ്ങളെ ഗ്രഹിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപ തരണമേ എന്ന് നമുക്കൊരു പ്രാർത്ഥന ഉണ്ടാകണം. അതുകൊണ്ട് നമ്മളിങ്ങനെ പഠിപ്പിക്കുമ്പോൾ നമുക്കൊരു കാര്യം നമ്മൾ ഓർക്കണം. എട്ടാമതായിട്ട്, ഈ പ്രഘോഷിക്കാനായിട്ട് നമ്മൾ വിളിക്കപ്പെടുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ ഔന്നത്യം തേടാനായിട്ട് സമയം, അതൊരു വലിയ അറിവാണ്. ഏറ്റവും വലിയ അറിവ് യേശുവിനെ പറ്റിയുള്ള അറിവാണെന്നുള്ള പ്രത്യേകം ആ ഒരു ഔന്നത്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പൗലോസേ പറയുന്നത് പോലെ ക്രിസ്തുവിനെയും അവിടുത്തെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അറിയുകയും അവിടുത്തെ സഹനങ്ങളിൽ പങ്കുചേരുകയും മരണത്തിൽ അവിടുത്തെ സദൃശനാകുകയും വേണം. ഇങ്ങനെയാണ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉത്ഥാനത്തിന് അയാൾ എത്തിച്ചേരുക എന്നുള്ളത് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിലെ 8 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിലൂടെ
പൗലോസ്ലീഹ നമ്മളെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. അത് വീണ്ടും പൗലോസ്ലീഹ നമ്മൾ ഒരു കാര്യങ്ങൾ ഓർക്കണം. 9ാമത്തെ കാര്യം, ഒരു സ്നേഹ നിർഭരമായിട്ടുള്ള ജ്ഞാനം നമുക്കുണ്ടാണ്. അവിടുത്തെ പ്രഘോഷിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ ഓർക്കുക. ഈ സദ്വാർത്ത അറിയിക്കാനായിട്ട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് മറ്റുള്ളവരെ എത്തിക്കുവാനായിട്ടുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാകും. അങ്ങനെ നമ്മൾ വരുമ്പോഴാണ് നമുക്ക് അതിനുള്ള കൃപ ലഭിക്കുക എന്നുള്ളതും കൂടെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ കോഴ്സ് എല്ലാ അർത്ഥത്തിലും നമ്മൾ 18ാമത്തെ കോഴ്സ് നമ്മൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഭിനന്ദ പിതാവ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളും നമ്മുടെ സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ കേട്ട കാര്യങ്ങളും നമ്മുടെ ഓരോരോ വിഷയങ്ങളിലൂടെ നമ്മൾ പഠിച്ചതും പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു ഈശോയോടുള്ള സ്നേഹത്താൽ ജനിക്കുന്ന വ്യക്തികളായിട്ട് സ്നേഹനിർഭരമായിട്ട്, കാരണം നമ്മൾ സ്നേഹിച്ചാലേ അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയുള്ളൂ. നമുക്കറിയാം, സ്നേഹം നിർബന്ധിക്കുന്ന ഒന്നാണ്. അത് നമ്മളോട് കൂടെ ആയിരിക്കാനായിട്ട് നിർബന്ധിക്കുന്ന ഒന്നാണ്. അത് മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ എത്തിക്കാനായിട്ട് അത് നമ്മൾക്ക് ഇങ്ങനെ പിടിച്ചു വെക്കേണ്ട ഒന്നല്ലെന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കുക. അങ്ങനെ ആ ഒരു സുവിശേഷ മിശിഹായുടെ ഒരു വലിയ ദൗത്യം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ, ഇടവരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. മിശിഹായെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദിയോടെ അനുസ്മരിക്കുന്നു. കാരണം ഒരു സ്നേഹനിർബന്ധമായ ഒരു നിർബന്ധം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കയറാനായിട്ട് കാരണമായത്. കാരണം സെമിനാരി ആയതുകൊണ്ടും നാളെ ഞായറാഴ്ച ആയതുകൊണ്ടും അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടത്തേണ്ടതുള്ളത് കൊണ്ടും ഒക്കെയുള്ള ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്. അന്നേരം ടോം ചേട്ടൻ പറഞ്ഞു അച്ഛൻ അങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് തരണം. അപ്പം ഞാൻ വിചാരിച്ചു തമ്പുരാനെ അതല്ലല്ലോ, തമ്പുരാൻ ആഗ്രഹിക്കുന്നത് വേറെ വിധത്തിലാണല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ നിർബന്ധപൂർവ്വം അത് കയറാനായിട്ട് ശ്രമിച്ചതും നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനത്തെ തമ്പുരാൻ്റെ കയ്യിൽ ഉപകരണങ്ങളായിട്ട് മാറ്റുന്നതിന് നമുക്ക് നന്ദി പറയാം. നമ്മളും നമ്മുടെ ഫ്രാൻസിസ് മാർ പറയുന്ന പോലെ സന്തോഷത്തോടെ സുവിശേഷത്തിൻ്റെ ആനന്ദം അനുഭവിക്കുന്ന വ്യക്തികളായിട്ട്, ആനന്ദത്തിൻ്റെ ഒരു പ്രത്യേകത, അങ്ങനെ ആനന്ദം അനുഭവിച്ചാലേ വിശുദ്ധരായ വ്യക്തികളായിട്ട് നമുക്ക് മാറാനായിട്ട് പറ്റുള്ളൂ. ഈ സുവിശേഷത്തിൽ ആനന്ദം എന്ന് പറഞ്ഞതിനകത്ത് ഫ്രാൻസിസ് മാർ പറയുന്നൊരു കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപമാനങ്ങൾ സഹിക്കാനായിട്ട് ഉള്ള തയ്യാറെടുപ്പ് നമുക്കുണ്ടാകണമെന്ന് പറയാം. അപ്പം നമ്മൾ കർത്താവിനെ പ്രഘോഷിക്കുമ്പോൾ ചിലപ്പോൾ അപമാനങ്ങളുണ്ടാകും. ഈ കാലഘട്ടം നമ്മളിൽ നിന്ന് അത് ഒത്തിരി പ്രതീക്ഷിക്കുന്ന, നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. സന്തോഷത്തോടെ ചെയ്യുമ്പോൾ അത് നമുക്ക് അപമാനമായിട്ടും വരാം. പക്ഷേ ആ അപമാനം ഈശോയെ പ്രഘോഷിക്കുന്നതിനാകുമ്പോൾ നമുക്ക് അതിന് മൂല്യം കർത്താവിന് നമ്മൾ കൂടെ സ്വീകാര്യനായിട്ടുള്ള വ്യക്തികൾ. അപ്പം ഈശോയുടെ സ്നേഹം വർദ്ധിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തകരെ, സുവിശേഷ പ്രഘോഷകരെ, ക്ലാസ് എടുക്കുന്നവരെയൊക്കെ കർത്താവിൻ്റെ സ്നേഹത്താൽ പൊതിഞ്ഞ് പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് മൈനസ് സെമിനാരിൽ 70 കുട്ടികളുണ്ട്, 1, 2, 3 വർഷക്കാർ. അതുകൊണ്ട് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, ശക്തിപ്പെടുത്താം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു സായാഹ്നം ആശംസിക്കുന്നു. സായാഹ്നം എന്ന് പറയുമ്പോൾ പല സമയമാണല്ലോ, എങ്കിലും ഇന്ത്യ സമയം അനുസരിച്ച് ഒരിക്കൽ കൂടി നിങ്ങളുടെ പ്രാർത്ഥന വെച്ചുകൊണ്ട് അവസാനം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു അച്ഛാ, ഒത്തിരി നന്ദി. സമയമില്ലാത്ത സമയത്ത് ഓടി വന്നതിന് ഒത്തിരി നന്ദി. താങ്ക് യു ചേട്ടാ. താങ്ക് യു അച്ഛാ. അടുത്ത കറുകുറ്റിയിലെ തന്നെ സെന്റ് തോമസ് ക്ലരീഷ്യൻ സഭാംഗമായ നമ്മുടെ ബഹുമാനപ്പെട്ട സിബി ഞാവള്ളിക്കുന്നേൽ അച്ഛനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെ പരിചയപ്പെടുത്തിയ പോലെ ആരിസ്തുതി ടീച്ചറെ, ടോം സാറെ, പ്രിയ കരിക്മ കോഴ്സിൽ പങ്കാളി 18ാമത്തെ ബാച്ചിൻ്റെ ആരംഭം കുറിക്കുമ്പോൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ കറുകുറ്റിയിലാണ്. ക്ലരീഷ്യൻ കോൺഗ്രിഗേഷൻ നമുക്കറിയാം 5 മേജർ ഓർഗനിസമാണുള്ളത്. അതിൽ സെന്റ് തോമസ് സിറോമല പ്രോവിൻസിന്റെ പ്രൊഫഷണൽ സുപ്പീരിയറായിട്ടാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. പല ബാച്ചുകളെ എനിക്ക് അഭിസംബോധന ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ വലിയൊരു ദൗത്യത്തിൽ ഞാൻ എന്നും അഭിമാനത്തോടെ ആലിസ്കുറ്റി ടീച്ചറിന്റെ ടീമിനെ അഭിനന്ദിക്കാറുണ്ട്. കാരണം 2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ദൈവവചനം നൽകുന്ന ഒരു ആനന്ദം, അത് നമുക്ക് സ്വകാര്യമായി സൂക്ഷിക്കാനുള്ളതല്ല, മറ്റുള്ളവർ പങ്കുവെച്ചു കൊടുക്കാനായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവരും തന്നെ സാക്ഷി ഞാൻ കേൾക്കുകയായിരുന്നു. വചനം വായിക്കുന്നവരും ശരിയൊരു അമൂല്യ നിധിയാണ്. കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ അന്ധകാരത്തെ മാറ്റി പ്രകാശമായി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആനന്ദമുണ്ട്. ആനന്ദം നമുക്ക് സ്വകാര്യമായി സൂക്ഷിക്കാൻ സാധിക്കത്തില്ല. അതിനൊരു ഉദാഹരണമാണ് ലൂക്ക 1:41. മറിയത്തിന്റെ അഭിവാദനം കേട്ട ഉടനെ 44-ാം വചനം, എലിസബത്തിന്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി. അമ്മയുടെ അഭിവാദനം എന്ന് പറഞ്ഞാൽ മറിയത്തിന്റെ ഉദരത്തിൽ വചനം മാംസമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ മറിയം തന്നെ വചനം കൊണ്ടുനടക്കുകയാണ്.
അവളുടെ വാക്ക് തന്നെ ദൈവവചനത്തിൽ നിറഞ്ഞതാണ്, ദൈവത്തിന്റെ അരൂപിയ നിറഞ്ഞത്. അതുകൊണ്ടാണ് അഭിവാദനത്തിന് പ്രത്യേക ഒരു സൗന്ദര്യമുണ്ട്, ആഴമുണ്ട്, ദൈവനിവേശിതമായ ഒരു വലിയ ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറിയത്തിന്റെ കഴിവ് കൊണ്ടല്ല എലിസബത്തിന്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടിയത്. മറിയത്തിൽ നിറഞ്ഞു വസിച്ച, മറിയത്തിന്റെ ഉദരത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മാംസമായി കൊണ്ടിരിക്കുന്ന വചനം അവളുടെ നാവും തുമ്പത്ത് തന്നെ ദൈവം കൊടുത്തൊരു അഭിഷേകമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആനന്ദം കൊടുക്കുവാൻ അമ്മയ്ക്ക് സാധിച്ചത്. ഇപ്പോൾ എന്നെ കേൾക്കുന്ന 120ഓളം വരുന്ന പങ്കാളികളായിട്ടുള്ളവരെല്ലാവരും, എൻ്റെ സംഘാടകരടക്കം, നിങ്ങൾ വചനം വായിക്കണം. നിങ്ങളും ഞാനൊക്കെ വചനം വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളിലുള്ള ഇരുട്ടറകളെല്ലാം മാറി പ്രകാശമയമായി മാറുകയും നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം, ദ ജോയ് ഓഫ് ദ വേർഡ്, അത് നമുക്ക് അത് രഹസ്യമായി സൂക്ഷിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവള് തിടുക്കത്തിൽ, ലുക്കാസിലെ സുവിശേഷം വളരെ പ്രധാനമായി ഉപയോഗിക്കുന്ന അഡ്വേർബിയൽ വാക്കാണ് തിടുക്കത്തിൽ ഓടുക, തിടുക്കത്തിൽ ചെയ്യുക. അപ്പം മറിയത്തിന് വചനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾക്കത് സ്വകാര്യമായി വെക്കാൻ പറ്റിയില്ല. അവൾക്ക് ഉദരത്തിൽ ഒരു നടന്ന വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്. അതിനുശേഷം വേറെ ആർക്കും അത്ഭുതം കിട്ടിയിട്ടുമില്ല. അവൾ ഉദരത്തിൽ, ഒരാളുടെ ഉദരത്തിൽ മാത്രമേ വചനം മാംസമായിട്ടുള്ളൂ. അപ്പൊ അതിൻ്റെ ഒരു അഭിഷേകം അവള് ഒട്ടും മറച്ചു വെച്ചില്ലെന്നുള്ളതാണ് കൊണ്ട് കൊടുക്കാനായിട്ട് അവൾ ഓടി. രണ്ടാമത് യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 28-ാം തിരുവചനം, സമറിയക്കാരി സ്ത്രീ. അവളോട് ഈശോ പറഞ്ഞ വചനങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ അവളുടെ ജീവിതത്തിലുണ്ടായ ഭാവം, ആനന്ദം കൊണ്ട് അവളുടെ ജീവിതം നടന്ന സംഗതികളെല്ലാം ഈശോ പറയുകയാണ്. അപ്പൊ അവളിലുണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരീകരണം ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് ആനന്ദം അവൾക്ക് മാറ്റിവെക്കാൻ പറ്റി. അവൾക്ക് തിടുക്കത്തിൽ അവളെ കുടം, അതാണ് വചനം പറയുന്നതാണ് 4:28 യോഹന്നാന്റെ, കുടം താഴെ വെച്ചിട്ട് അവൾ തൻ്റെ ജനങ്ങളോട് പറയാനായി പോയി എന്താണ് മിശിഹ ചെയ്തത്. അതാണ് സത്യം പറഞ്ഞാൽ സുവിശേഷ പ്രഘോഷണം, കേട്ടത് പ്രഘോഷിക്കുക. അപ്പോൾ കുടം താഴെ വെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാനൊക്കെ ചെയ്യുന്ന പരിപാടി. വൈദികര്, ഞങ്ങളുടെ സമർപ്പിതർ വൈദികരായ ഞങ്ങളൊക്കെ, ഞങ്ങളുടെ ദൈവവിളിയാൽ തന്നെ നമ്മുടെ പ്രധാന ഉത്തരവാദിത്വമാണ് കുടം എടുത്തുകൊണ്ട് നടക്കാൻ പാടില്ല. അതായത് തിരക്ക് കൂട്ടാൻ, തിരക്ക് നമുക്കറിയില്ല, തിരക്ക് കാരണം ചെയ്യാൻ പറ്റിയില്ല, തിരക്ക് കാരണം പള്ളിയിൽ പോകാൻ പറ്റിയില്ല, തിരക്ക് കാരണം ബൈബിൾ വായിക്കാൻ പറ്റിയില്ല. നമുക്ക് കുമ്പസാരങ്ങളിലെ പല പാപങ്ങളുമായിട്ട് വരുന്നൊരു പാപത്തിലതാണ് നമുക്ക് ഭയങ്കരമായ തിരക്കായിരുന്നു, വചനം വായിക്കാതെ കടന്നു. അപ്പം ഈ കുടം താഴെ വെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അനുദിനമുള്ള 24 മണിക്കൂറിൽ കിട്ടാവുന്ന ചില സംഗതികളൊക്കെ ഉണ്ട്. മാറ്റി വെക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ ചിലപ്പം മാറ്റി വെക്കാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ അത് മാറ്റി വെച്ച്, അതാണ് നമ്മുടെ കുടം എന്ന് പറയുന്നത്. അപ്പം എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും കരിക്മാരുടെ കോഴ്സിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഈ കുടം മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് ഈ വചനം കേൾക്കാനും അല്ലെങ്കിൽ ഉള്ള സന്ദേശങ്ങൾ കേൾക്കാനായിട്ടാണ്. അപ്പം കുടം മാറ്റി വെക്കാൻ പറ്റാത്തവർ ഇപ്പോഴും തിരക്കിലാണ്. അപ്പം ഇനി കൂടുതൽ ബാച്ചുകളിലേക്ക് കുടം മാറ്റി വെച്ച് വരുന്നവരുണ്ട്. പിന്നെ കേൾക്കുന്നവരുടെ എല്ലാവരും കുടം മാറ്റി വെച്ചാൽ ഈ സന്ദേശം എല്ലാം കിടന്ന് ഉറങ്ങേണ്ട സമയം ചിലവർക്കൊക്കെ 9 മണിക്ക് ഉറങ്ങേണ്ടതാണ്. ഉറക്കമാണ് ഇപ്പം കുടമായിട്ടിരിക്കുന്നത്. ആ ഉറക്കം മാറ്റി വെക്കുക, കുടം മാറ്റി വെക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് വചനത്തിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് മാറ്റി വെച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് മനുഷ്യർ. സത്യം പറഞ്ഞാൽ വചനത്തിന് ജീവൻ കൊടുക്കുകയാണെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ലോകത്തിലുള്ളൂ. പക്ഷെ കൊടുക്കത്തില്ല, അത് പിശാച് അനുവദിക്കത്തുമില്ല. അപ്പം കുറച്ച് പേർക്ക് മാത്രം വെളിച്ചം കിട്ടുന്ന ഇതുപോലെ കോഴ്സിന് കൂടുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വചനം എടുത്ത് വായിക്കുന്നു. പണ്ട് എൻ്റെ ഒരു അനുഭവമാണ്, എനിക്ക് തന്നെ കിട്ടിയൊരു അനുഭവമാണ്. ഞാനൊക്കെ സെമിനാരി പഠിക്കാൻ നേരത്ത് വചനം വായിക്കാനൊക്കെ മഹാമടിയായിരുന്നു. ഞങ്ങളുടെ ഫോർമേറ്റേഴ്സ് എപ്പോഴും വചനം വായിക്കണം എന്ന് പറയും. അപ്പം ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടുന്ന് പിറക്കി വായിച്ചിട്ടുണ്ടെന്ന് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ ബൈബിൾ ആദ്യം പൂർണ്ണമായി വായിക്കാനായിട്ടുണ്ടായ ഒരു സാഹചര്യം ഇതാണ്. ബൈബിൾ എടുത്ത് വായിക്കാൻ നേരത്തിന് കിട്ടുന്നത് യൂദാസ് ഒറ്റിക്കൊടുത്തു, പത്രോസ് തള്ളി പറഞ്ഞു. ഒന്നാം പ്രവചനം കുരിശുമരണം, രണ്ടാം കുരിശുമരണം, പിന്നെ നമ്മുടെ യോഹന്നാൻ സ്നാപയോഹനെ എടുത്തിട്ട് കുടയുന്ന അണലി സന്തതികൾ, ഇങ്ങനെയുള്ള സംഗതികൾ എടുത്തിട്ട് ഈ നമുക്കറിയാലോ ധ്യാനഗുരുക്കന്മാർ ബൈബിൾ വായിക്കാൻ പഠിപ്പിക്കുന്ന സംഗതിയുണ്ട്. ബൈബിൾ എടുക്കുക, കർത്താവ് വചനം കാണിച്ചു തരണമെന്ന് പറയുക, പ്രാർത്ഥിക്കുക, കിട്ടുന്ന വചനം ഇതാണ്, തള്ളി പറയുക, ഒറ്റിക്കൊടുക്കുക. അപ്പൊ ഞാൻ സുവിശേഷത്തിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ. ഇത് എവിടെയും സുവിശേഷം ഇരിക്കുന്നത് മുഴുവൻ കിടക്കുന്നത്. അപ്പോൾ നമ്മള് വചനം ഒരു അധ്യായം വായിക്കണം എന്നാണ് എൻ്റെയൊക്കെ ആത്മീയ ഗുരുക്കന്മാരെന്ന് ഫോർമേഷൻ കാലത്ത് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ അതുപോലെ തന്നെ ധ്യാനത്തെ മറ്റൊരു ധ്യാനഗുരു പറഞ്ഞ് പഠിപ്പിച്ചത് ഇങ്ങനെ എടുക്കുക, പ്രാർത്ഥിച്ച് തുറക്കുന്നതാണ് ദൈവം നിങ്ങൾ സംസാരിക്കുന്ന വചനം. അപ്പം ഞാൻ 2ാമത്തെ വർഷം എടുത്തതാണ് എനിക്കിത് കിട്ടിയ പണി.
അതിനുശേഷം ഞാൻ കുത്തിയിരുന്ന് വചനം മുഴുവൻ വായിച്ചു. വചനം മുഴുവൻ വായിക്കുമ്പോൾ അതിന് സുവിശേഷമേ ഉള്ളൂ. അല്ലാതെ ഒറ്റയ്ക്കും പെട്ടയ്ക്കും പറക്കി പറക്കി വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് തള്ളിപ്പറയലും ഒറ്റക്കൊടുക്കലും യൂദാസും വഞ്ചകരായിട്ടുള്ളവരുടെയും പിലാത്തോസിന്റെ മുന്നിൽ കയ്യപ്പാസിന്റെ ഒക്കെ കഥകളായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ അന്ധകാരത്തെ മാറ്റാൻ പറ്റണം. പിന്നെ മൂന്നാമതായിട്ട് 12 ശിഷ്യന്മാര് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വചനം, നിങ്ങൾ കേട്ട കാര്യങ്ങൾ ഞാൻ കൽപ്പിച്ചതെല്ലാം നിങ്ങൾ പോയി എല്ലാവരോടും പോയി പഠിപ്പിക്കുക. സത്യം പറഞ്ഞാൽ 2025 വർഷം കഴിയുമ്പോൾ അപ്പസ്തോലിക പാരമ്പര്യം മാമോദിസ സ്വീകരിച്ച് എല്ലാവരും, അതിനകത്ത് നിങ്ങളും പങ്കാളികളാണ്. വൈദികരോ സമർപ്പിതരോ മാർപ്പാപ്പ മുതൽ ഇന്ന് മാമോദിസ സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ അവർക്ക് വേണ്ടി തലോട്ടപ്പനും തലോട്ടമ്മയും വചനം പറയണം എന്നുള്ളതാണ് സഭ പഠിപ്പിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ പ്രേക്ഷിത ആഹ്വാനമുണ്ട്. അപ്പം വചനം കൊടുക്കാൻ വിളിക്കപ്പെട്ടവർക്ക് വചനം നമ്മളായത് സ്വായത്തമാക്കണം. അതിന് പറ്റുന്ന ഏറ്റവും വലിയ മനോഹരമായ ഒരു സംരംഭമാണ് കരിഗ്മ കോഴ്സ് അല്ലെങ്കിൽ മിസ്സിയോ നിങ്ങൾക്ക് തരുന്ന ഈ വചനം പഠിക്കുവാനും വചനം പങ്കുവയ്ക്കുവാനും വചനാത്മാവെ സാക്ഷ്യത്തിലൂടെ അന്ധകാരത്തെ മാറ്റുന്ന അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പലരും അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. മിസ്സിയുടെ പ്രവർത്തനങ്ങൾ അതുകൊണ്ടാണ് വിലമതിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം, ഒന്നാമത്തെ ആനന്ദം കൊടുക്കുക. രണ്ടാമത്തെ ഭാഗം നമുക്ക് തന്നെ സ്വയം വളരാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് തന്നെ വചനത്തിന്റെ ശക്തിയെപ്പറ്റി മത്തായിയുടെ 4:4 അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ആണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഈ അപ്പത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യന്റെ ലോകത്തില് ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവവചനം നമ്മൾ സ്വായത്തമാക്കിയേ പറ്റത്തുള്ളൂ. ഇപ്പം മനുഷ്യന് അപ്പത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നതുകൊണ്ടാണ് ഈ കോലാഹലങ്ങൾ മുഴുവൻ ഉണ്ടായി. നമ്മളെല്ലാം പല സ്ഥലങ്ങളിലിരുന്ന് നമ്മൾ ഈ വചനം കേൾക്കുകയാണല്ലോ. പിന്നെ കേൾക്കുന്നവരെല്ലാവരും തന്നെ നമ്മൾ അധ്വാനിക്കുന്നത്, രാപ്പകൽ അധ്വാനിക്കുന്നത് മൂലക്കലായ മിശിഹായുടെ മുകളിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നമുക്ക് കൊണ്ടുപോയി പേടിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് നമ്മൾ അധ്വാനിച്ചാൽ, എന്തോരം അധ്വാനിച്ചാലും പൊട്ടക്കിണറ്റിൽ കൊണ്ട് സമ്പത്ത് സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും. അപ്പോൾ വചനം ആയിരിക്കണം നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും വചനാസ്പദമായിരിക്കണം നമ്മുടെ ജീവിതം മുഴുവനും. രണ്ടാമത്തൊരു വചനം കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സങ്കീർത്തനം 119:11 എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വചനമാണ്. പാപത്തിൽ നമ്മളെ രക്ഷിച്ച് നിർത്താനായിട്ട് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ മനപ്പാഠം ആക്കാൻ പറ്റുന്ന നല്ല വചനമാണ്. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കുവാനായി ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. നമുക്ക് ഏത് പാപത്തിന്റെ മുന്നിലും നമ്മൾ ചെന്ന് പെടുകയാണെങ്കിൽ, നമുക്കറിയാം നല്ല കുമ്പസാരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കുന്നതിനകത്ത് ഒന്ന് ഇതാണ്, പാപമാർഗങ്ങൾ ഉപേക്ഷിക്കാൻ പറയും. പാപമാർഗങ്ങൾ ഉപേക്ഷിക്കാതെ എത്ര കുമ്പസാരത്തിൽ എത്ര പ്രാവശ്യം പറഞ്ഞാലും നമ്മൾ വീണ്ടും വീണ്ടും ആ പാപത്തിൽ ചെന്ന് ചെയ്യാണ്. അതിന് പ്രധാന കാരണം ഈ ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്കറിയാം 2 കൊമ്പുള്ളവനായിരിക്കും പിന്നെ നമ്മുടെ ഹൃദയം ആടുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ദൈവത്തിന് വചനത്തിന് സുരക്ഷിത താവളം നമ്മുടെ ഹൃദയത്തിൽ ഇടമില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നതിനകത്തുള്ള ഒത്തിരി തെറ്റുകൾ വരും, കുറവുകൾ വരും. പാപത്തിന്റെ മുന്നിൽ, അതായത് ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസി സിൻഡ്രം, നമുക്കറിയാമല്ലോ, എയ്ഡ്സ് എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു ഡെഫിഷ്യൻസി, ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസി, അതായത് ഈ പിശാചിനെ തടയാനുള്ള മന്ത്രം നമുക്ക് കിട്ടത്തില്ല. മത്തായിയുടെ 4:4 സങ്കീർത്തനം 119:11 തമ്മിൽ ഒത്തിരി ചേർത്ത് വെക്കുകയാണെങ്കിൽ പാപത്തെ ബന്ധിച്ചു നിർത്തുവാൻ, പാപം ചെയ്യാതിരിക്കുവാൻ ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം. അപ്പോൾ നിങ്ങൾ കരിഗ്മയിലെ കോഴ്സുകൾ ബൈബിൾ വചനം പങ്കുവെക്കുമ്പോഴും പഠിക്കുമ്പോഴും ഓർത്തുകൊള്ളുക, വലിയൊരു ആയുധമാണ് ജപമാലയേക്കാൾ. നമുക്കറിയാലോ, വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ദൈവവചനമാണ്. വിശുദ്ധ കുർബാന ദൈവവചനം കഴിഞ്ഞാൽ 3-ാം സ്ഥാനത്തിലേക്കാണ് നമ്മുടെ ഓർക്കുകയല്ലോ ജപമാല. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥവും വിശുദ്ധരുടെ മധ്യസ്ഥവും ഈ പരിശുദ്ധമായ ത്രിത്യേക ദൈവത്തിലേക്ക് നമ്മളെ എത്തിച്ചു ചേർക്കണം. അതിൻ്റെ ആയുധമാണ് വചനം, പരിശുദ്ധ കുർബാനയും വചനം. അപ്പം വചനത്തിന് വലിയൊരു ആഴമുണ്ട്. മുറിവുണക്കാൻ സാധിക്കും, പിശാചിനെ പുറത്തിറക്കാൻ സാധിക്കും. ഞങ്ങൾക്കുള്ളതുപോലെ നിങ്ങൾക്കും കൃപയോ അഭിഷേകവും ഉണ്ട്. നമുക്കറിയാലോ, ആത്മായ പ്രേക്ഷിതർ എന്തുകൊണ്ടാണ് ധ്യാന കേന്ദ്രങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്, എന്തുകൊണ്ടാണ് പൈശാചികമായ ബന്ധനങ്ങൾ അവർക്ക് സാധ്യമാകുന്നത്, എന്തുകൊണ്ടാണ് ഞങ്ങളെക്കാളും കൂടുതൽ, വൈദ്യരെക്കാളും കൂടുതൽ ആത്മായർക്കും അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ളെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് വചനം മനനം ചെയ്ത് അഭിഷേകത്തോട് പ്രാർത്ഥിക്കുന്ന ആത്മാരുടെ പ്രാർത്ഥന വൈദ്യരെക്കാളും കൂടുതൽ കേൾക്കുന്നു. കാരണം വചനം കൊണ്ടാണ്, ആരുടെ കഴിവുകൊണ്ടൊന്നുമില്ല. നമുക്കറിയാം, ഒത്തിരി അൽമായർ നമുക്ക് നെറ്റ്വർക്ക് പ്രോഗ്രാമിൽ യൂട്യൂബിൽ കാണാൻ സാധിക്കും. ഒത്തിരി അൽമായർ അത്ഭുത പ്രവർത്തനമാകുന്നു. അത് അവരുടെ കഴിവുകൊണ്ടല്ലെന്ന് മാത്രമല്ല, വചനമുള്ളവരുടെ കയ്യിലല്ല ഈ അത്ഭുത സിദ്ധിയുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ പറയാം, നിങ്ങൾ ഇറക്കി വെച്ചിരുന്ന കുടം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വലിയ നിധിയുടെ വലിയൊരു നിധി സ്വായത്തമാക്കാൻ പോകുന്ന വലിയ പ്രേരണയാണ്. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും വിലപിടിച്ച നിമിഷങ്ങളാണ്. കുടം താഴെ വെക്കുന്നതിനും നിധി കൂടുതൽ കിട്ടും. നമുക്കറിയാം, ഡിപ്പോസിറ്റ് ആണ്. ഇറ്റ്സ് എ ഹെവൻലി ഡിപ്പോസിറ്റ്. സ്വർഗീയമായ നിക്ഷേപത്തിന് നിങ്ങൾ ഉടമകളാവുകയാണ് മധുരം പഠിക്കുന്ന പങ്കുവെക്കുന്നതോടുകൂടി. എല്ലാവർക്കും സായം സന്ധ്യയിൽ ഒരിക്കൽ കൂടി അഭിമാനത്തോടുകൂടി അഭിനന്ദനം നൽകുന്നു. ഈശോമിശിയുടെ അനുഗ്രഹങ്ങൾക്ക് ഉണ്ടായിട്ടും പ്രവർത്താവശ്യമിശ്വര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റുഹായുടെ സഹവാസവും വചനത്തിന്റെ ശക്തിയാ നിങ്ങളിൽ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു അച്ഛാ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അച്ഛാ. അടുത്തതായി വൈൻഡപ്പ് മെസ്സേജിനായി ഒത്തിരി സ്നേഹത്തോടെ പ്രൊഫസർ അലിസുകുട്ടി ആന്റിയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു പുഷ്പ. താങ്ക് യു വെരി മച്ച്. ഒത്തിരി സന്തോഷം. ഏതായാലും എല്ലാവരും നമുക്കറിയാം, ഇതൊരു ഒരു വലിയ കോഴ്സിന്റെ, അതായത് ടോമിച്ചൻ പറഞ്ഞല്ലോ 2T22 എന്നൊക്കെ പറഞ്ഞില്ലേ ക്ലീറ്റസും. അതായത് മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ പൗലോസ്ലീഹ പറഞ്ഞതനുസരിച്ച് നമ്മളിതൊരു റിസോഴ്സ് ട്രെയിനിങ്ങിന്റെ തുടക്കത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നമ്മൾ നടക്കുന്നത്. അപ്പൊ ഈ ഒരു 10 ആഴ്ചയിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അതിന്റെ ഒരു പ്രാരംഭ ഒരു പ്രിപ്പറേഷനാണ്. അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു 6 ദിവസത്തെ താമസിച്ചുള്ള പ്രോഗ്രാം. ഇന്നാണ് ഇവിടെ ഒരു പ്രോഗ്രാം കഴിഞ്ഞത്. അങ്ങനെ ഇപ്പൊ ധാരാളം ഇനി നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മാസവും ഇവിടെയും വേറെ പല സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും പരിശുദ്ധാത്മാവ് നമ്മളെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു വലിയ അവസരമാണ്. നിങ്ങൾ കഴിയുന്നിടത്തോളം ഇപ്പം നമ്മുടെ ഗ്രൂപ്പില് നമുക്കറിയാമല്ലോ, ചേർന്നവർ ധാരാളമുണ്ട്. എന്നാലും പലർക്കും പല സാഹചര്യങ്ങളും ലോകത്തിന്റെ പല ഭാഗത്തായതുകൊണ്ട് പറ്റാത്തവരുണ്ട്. എന്നാലും നമുക്ക് പരമാവധി ശ്രമിക്കാം. ശനിയാഴ്ചകളിൽ ഈ ഒരു സമയത്തെ ഈ ഒരു കോഴ്സിൽ ആ സമയത്ത് തന്നെ ഒന്ന് കൂടാനും, ഇനി അന്നേരം പറ്റാത്തവർക്ക് യൂട്യൂബിലൂടെ നമുക്ക് കേൾക്കാം. അപ്പം നമ്മൾ ഈ ദിവസങ്ങളിലൂടെയൊക്കെ ഈ ഒരു സുവിശേഷ പ്രഘോഷകരായിട്ട് നമ്മളെല്ലാവരും പറഞ്ഞു നമ്മളെല്ലാവരും പ്രേക്ഷിത ശിഷ്യർ. ആ ശിഷ്യത്വത്തിൽ വളർന്നുകൊണ്ട് പ്രേക്ഷിതരായി സഭയുടെ ദൗത്യത്തിൽ വ്യാപൃതരാകാനുള്ള വിളിക്കപ്പെട്ടവർ, നിയോഗിക്കപ്പെട്ടവരാണ്. അതിന് നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു അടിസ്ഥാന സുവിശേഷ സന്ദേശത്തിന്റെ ഒരു പ്രാരംഭ പ്രഘോഷണമാണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെയൊക്കെ ചെയ്യുന്നത്. അടിത്തറ ഉറപ്പിക്കുക. അടിത്തറ ഉറച്ചു കഴിഞ്ഞിട്ട് വേണമല്ലോ മുമ്പോട്ട് ഭവനം പണിയാനൊക്കെ. അപ്പം ഏതായാലും ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും, ഇനി നിങ്ങൾക്ക് ബന്ധപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഈ ലിങ്ക് അയച്ചു കൊടുക്കുകയോ അവരെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെ അടുത്ത ബാച്ചിൽ അതിന് ചേരാനൊക്കെ ഒരു പ്രോത്സാഹിപ്പിക്കുകയോ അതിൻ്റെ നമുക്കാകുന്ന വിധത്തിലൊക്കെ ചെയ്യാം. അതായത് നമ്മോടൊപ്പം ഇവരെല്ലാവരും ഉണ്ട്. CBH-നുണ്ട്, മേലോട്ടത്തിലച്ഛനുണ്ട്, പിതാവുണ്ട്, പിതാവുണ്ട്, എല്ലാവരും. നമുക്ക് അഗസ്റ്റ്യൻ നമ്മോടൊപ്പം എന്നുമുണ്ട്. അച്ഛനിവിടെ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ 6 ദിവസവും നമ്മോടൊപ്പം നമ്മളുടെ ഒരാളായിട്ട് ആ ഒരു സാന്നിധ്യമൊക്കെ നമുക്ക് ഒത്തിരി അനുഗ്രഹപ്രദമാണ്. അപ്പം നമുക്ക് വളരെ സന്തോഷത്തോടെ വളരെ താല്പര്യപൂർവ്വം മുമ്പോട്ട് പോകുന്നതിന് പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും നയിക്കട്ടെ. നമ്മളെല്ലാവരും പരസ്പരം എന്നുള്ള ഒരു പ്രോത്സാഹനം ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. അപ്പം അങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പലരും ഷെയർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി അവരുടെയൊക്കെ ആ ഗ്രൂപ്പുകളിൽ മെൻറ്റേഴ്സിൻ്റെ ഒരു പ്രോത്സാഹനവും അവരോട് ഒന്നിച്ചുള്ള നടപ്പും ഒക്കെ ഒത്തിരി അവർ സഹായിച്ച കാര്യമൊക്കെ അവരൊക്കെ പറയുകയായിരുന്നല്ലോ. നമുക്കെല്ലാവർക്കും ആ രീതിയിൽ കൂട്ടിപ്പിടിച്ച് എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് സ്നേഹത്തോടെ മുമ്പോട്ട് പോകാൻ തുടങ്ങാം. ഇത് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഇനോഗ്രേഷനാണ് ഇന്നത്തെ ദിവസം. ഇനിയും അടുത്ത് വരുന്ന മാസങ്ങളിലൂടെ ആഴ്ചകളിലൂടെ നമ്മൾ അതിൻ്റെ ഒരു പ്രാരംഭ നമ്മളെ ഒരുക്കുന്നതാണ്. അത് കഴിഞ്ഞുള്ള റെസിഡൻഷ്യൽ കോഴ്സിലും സാധിക്കുന്നവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ അതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങളുടെ സ്ഥലങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നടത്തുന്നിടത്ത് വന്ന് പങ്കെടുക്കാം. നമുക്ക് തന്നെ ധാരാളം പേരെ ടീമായിട്ട് വളർത്തിയെടുക്കാം. പറഞ്ഞ വാചകം നമുക്ക് ഓർക്കാം. 2 തിമോത്തി 2:2 മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ. അങ്ങനെ പകർന്നു കൊടുക്കുമ്പോഴാണ് അവരിങ്ങനെ മറ്റുള്ളവരെ കൂടെ പഠിപ്പിച്ച് അവരെയും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവന്ന് മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സജീവമായിട്ട് നമുക്കിതിലെ പങ്കാളികളാകാൻ
ശ്രമിക്കാം. ദൈവത്തിന് സ്തുതി. ആമേൻ. ആന്റിയുടെ തീക്ഷ്ണതയുള്ള വാക്കുകൾക്ക് ഒത്തിരി നന്ദി. ഇനി നമുക്ക് അറിയിപ്പുകളാണ്. വിസിയോ ബ്രില്യൻസ് ബാച്ച് 80 മെയിൻ ഗ്രൂപ്പിലുള്ളവർക്ക് ആർക്കെങ്കിലും സബ് ഗ്രൂപ്പ് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്ലീറ്റസ് പോളുമായി ഈ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 9037201651 9037201651. ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സബ് ഗ്രൂപ്പ് ഉണ്ടാവേണ്ടതാണ്. സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരെയും പങ്കെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഡേഡ് ഓഫ് ദ ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചുവെന്ന് ഒരു വോയിസ് മെസ്സേജായി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. അടുത്തതായി, ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 34 ക്ലാസ്സുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് സെപ്റ്റംബർ 15 മുതൽ 20 വരെ കറുകുറ്റി മിസിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തപ്പെടുന്നുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ദയവായി ഈ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 90 61 95 42 30 9061954230 701 2574 557 70 12 57 45 57. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 5 വരെ കണ്ണൂർ കൂട്ടുപുഴ IMS ധ്യാന കേന്ദ്രത്തിൽ വെച്ച് മിസിയോ ടീം നയിക്കുന്ന ഫുൾ മിസിയോ കോഴ്സ് നടത്തപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ. സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 2 വരെ തൊടുപുഴ സേവിയേഴ്സ് ഹോമിൽ വെച്ച് മിസിയോ ഫുൾ കോഴ്സ് നടത്തപ്പെടുന്നുണ്ട്. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിലിരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. നിങ്ങളുടെ ഇടവകകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മതാധ്യാപകർക്കും ഒക്കെയായി മിസിയോ ഫുൾ കോഴ്സ് വികാരിയച്ചന്മാരുടെ അനുവാദത്തോടെ സംഘടിപ്പിച്ചാൽ മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തി തരുന്നതാണെന്ന് അറിയിക്കുന്നു. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. PDF ഫയലായിട്ടാണ് നിങ്ങൾക്ക് അത് ലഭിക്കുക. നമ്മളൊരു മിഷനാണെന്ന് ബോധ്യം നൽകാൻ ഉതകുന്ന അതിൽ വരുന്ന ലേഖനങ്ങളൊക്കെ എല്ലാവരും വായിക്കാൻ പരിശ്രമിക്കണമേ. അനോണിമസ് ആയ ഒരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസിയോ കുടുംബത്തിൽ നിന്നും പണസംബന്ധമായ ഒരു കാര്യത്തിനായും ആരും നിങ്ങളെ വിളിക്കില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കണമെന്നും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും വേണമെന്നും അറിയിക്കുന്നു. താങ്ക് യു. അടുത്തത് നമുക്ക് ഇന്നത്തെ ഇനാഗറൽ സെഷന്റെ സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായി നമ്മുടെ ആനിമേറ്റർ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ മുണ്ടിയാത്തച്ഛനെ ഏറെ സ്നേഹ ബഹുമാനത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പം ഏതാണ്ട് സമയം 9:45. അപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി, കുഴപ്പമില്ല. എല്ലാവർക്കും ഈ മിസിയോ കുടുംബത്തിലേക്ക് പ്രത്യേക സ്വാഗതം. പുതുതായിട്ട് വന്ന അംഗങ്ങളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുകയും അവർ കാണിച്ച താല്പര്യത്തിന് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ഇതിലൂടെ നമുക്ക് വചനത്തിലൂടെ ഒരു തീർത്ഥയാത്രയാണ് നമ്മൾ നടത്തുന്നത്. ദൈവസ്നേഹത്തിൽ തുടങ്ങി ദൈവത്തെ എങ്ങനെ പ്രഘോഷിക്കാം എന്നുള്ള കാര്യങ്ങൾ വരെ ചുരുക്കമായിട്ട്, എന്നാൽ ബൈബിൾ അധിഷ്ഠിതമായിട്ട് സഭയുടെ പ്രബോധനങ്ങൾക്ക് അതനുസൃതമായിട്ട് നമ്മളെ പഠിപ്പിക്കും. നമുക്കത് പഠിച്ച് നമ്മുടെ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കി മാമോദീസ സ്വീകരിച്ച ആ ദൗത്യം മറ്റുള്ളവർക്ക് പ്രഘോഷിക്കുവാൻ തക്കവിധം നമ്മളെ യോഗ്യരാക്കി തീർക്കുന്നതിന് ഇത് ഉപകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന് നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും മിസിയോ ടീമിൽ പ്രവർത്തിക്കുന്ന വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മെൻറ്റേഴ്സിനെയും കോർഡിനേറ്റേഴ്സിനെയും ടീം മെമ്പേഴ്സിനെയും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ ദൗത്യം ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്ത് മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ലോകത്തിന് പ്രാധാന്യം കൊടുത്ത് മനുഷ്യന് 2ാം സ്ഥാനം കൊടുത്ത് ദൈവത്തിന് 3ാം സ്ഥാനം കൊടുക്കുന്ന രീതിയാണ് പലപ്പോഴും കാണുന്നത്. എന്നാൽ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുത്ത് മനുഷ്യന് 2ാം സ്ഥാനം കൊടുത്ത് ഈ പ്രപഞ്ചത്തിന്, ഈ ലോകത്തിന് 3ാം സ്ഥാനം മാത്രമേ ഉള്ളൂ എന്ന് ഓർത്തുകൊണ്ട് ആ ദൈവത്തിൻ്റെ സ്ഥാനം ദൈവത്തിന് തന്നെ കൊടുത്തുകൊണ്ട് പോകുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. ലോകത്തിലെമ്പാടുമുള്ള ഇതിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നമ്മുടെ കർത്താവിശ്വംശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. താങ്ക് യു അച്ഛാ. പരസ്പരം പ്രാർത്ഥനയിൽ ആയിരിക്കാം. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രഥമവും പ്രധാനവും ദൗത്യമായ സുവിശേഷ പ്രഘോഷണത്തിലേക്ക് വളരുവാൻ മിസിയോ പ്രിലിംസ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്.